നമ്മളെ ക്ഷണിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ക്ഷണം സ്വീകരിച്ചാണ് നാം പോകുന്നത്. ആ ക്ഷണം നമ്മളെ ക്ഷണിക്കാൻ വേണ്ടി കൽപ്പിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് ദാഅഹും എന്ന് പറഞ്ഞത്. അള്ളാഹു അവരെ ക്ഷണിച്ചു. ഫഅജാബൂ, അപ്പോൾ അവർ അള്ളാഹുവിന് ഉത്തരം നൽകി. ഇബാദത്തുകളൊക്കെ അള്ളാഹുവിനുള്ള ഉത്തരം. ഇവിടെയും അത് തന്നെയാണ്. ഉംറയ്ക്ക് വേണ്ടി അള്ളാഹു വിളിച്ചു, നാം ഉത്തരം നൽകി, അല്ലെങ്കിൽ ഉത്തരം നൽകുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വസഅലൂഹു ഫഅഅതാഹും. ഈ യാത്രയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഉംറയുടെ പ്രത്യേകത, അവർ അഥവാ ഉംറയ്ക്ക് പോകുന്ന ആളുകൾ അവനോട് ചോദിച്ചാൽ ഫഅഅതാഹും, അവൻ അവർക്ക് നൽകും. അതാണ് യാത്രയുടെ ഏറ്റവും വലിയ സവിശേഷത. രണ്ട് വാക്കുകൾ നമ്മൾ മറന്നുപോയത്. ഒന്ന് വഫ്ദുള്ള ആണ്, നമ്മൾ അള്ളാഹുവിലേക്കുള്ള ഡെലിഗേറ്റ്. അള്ളാഹുവിലേക്ക് പോകുന്ന, അള്ളാഹു വിളിച്ച ഒരു പരിപാടിയിലേക്ക് പോകുന്ന പ്രതിനിധി സംഘങ്ങളാണ്. ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുമ്പിൽ നാം കാണേണ്ടത് അതായിരിക്കണം എന്നതാണ്. നമ്മൾ പോകുന്നത് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കാണ്. ബൈത്തുല്ലാ ആണ് കഅബ. ബൈത്തുല്ലാഹിലേക്കാണ് പോകുന്നത്. അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് അള്ളാഹു ക്ഷണിച്ച് നമ്മൾ പോകുമ്പോൾ തീർച്ചയായും അള്ളാഹു നമ്മളെ പരിഗണിക്കും. ആ പരിഗണനയാണ് ഇവിടെ പറഞ്ഞത്. അവർ ചോദിച്ചാൽ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞത് അതാണ്. നമ്മൾ ചോദിച്ചാൽ മതി, അള്ളാഹു തരും. അത്ര നല്ല ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഉംറയിൽ നമുക്ക് കിട്ടുക എന്നർത്ഥം. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ. ഹജ്ജും ഉംറയും നിങ്ങൾ തുടർത്തി ചെയ്യുക. പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാമെന്നർത്ഥം. അങ്ങനെ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നൽ മുതാബഅത ബൈനഹുമാ തൻഫിൽ ഫഖറ വദുനൂബ്. രണ്ട് കാര്യങ്ങൾ ഈ കർമ്മങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ സംഭവിക്കും. ഒന്നാമത്തേത് ഫഖർ ഇല്ലാതാവും. ഫഖർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. രണ്ടാമത്തേത് ദുനൂബുകൾ ഇല്ലാതാവും. ദുനൂബ് എന്ന് പറഞ്ഞാൽ പാപങ്ങളാണ്. ഇത് രണ്ടും സത്യത്തിൽ നമ്മൾ ഭയപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ദാരിദ്ര്യത്തെ നമുക്ക് പേടിയുണ്ട്, എല്ലാവർക്കും പേടിയുണ്ട്. ഇന്നത്തെ പണക്കാരൻ നാളെ ദരിദ്രനാകുന്ന കാഴ്ച നമ്മൾ കാണുന്നു, നമുക്ക് ഭയമുണ്ട്. അതുപോലെ തന്നെ തെറ്റുകളെ നാം ഭയപ്പെടുന്നുണ്ട്. തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോകുമ്പോഴേക്കും നമുക്ക് പേടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇത് രണ്ടും ഇല്ലാതാക്കും ഈ കർമ്മം എന്നാണ്. എന്നിട്ട് നബി പറഞ്ഞത് കമാ യൻഫിൽ കീറു ഖബ്സൽ ഹദീദ്. ഇരുമ്പ് തുരുമ്പ് പിടിച്ചാൽ, അല്ലെങ്കിൽ ഇരുമ്പ് ചീത്തയായാൽ അത് കൊല്ലൻ്റെ ആ ചൂളയിൽ വെച്ച് അടിച്ച് ശരിയാക്കാറില്ല. അതുപോലെ അടിച്ച് ശരിയാക്കുമ്പോൾ അതിൻ്റെ തുരുമ്പുകളൊക്കെ പോകും. അതുപോലെ ഫഖറും ദാരിദ്ര്യവും ഈ തിന്മകളും മനുഷ്യനില്ലാതാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാനിത് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഈ 2-3 ചിന്തകൾ, ഒന്ന് വഫ്ദുള്ള എന്ന ചിന്ത, അള്ളാഹുവിലേക്കുള്ള ഡെലിഗേറ്റാണ് എന്ന ചിന്ത. 2, അള്ളാഹു വിളിച്ചിട്ട് നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന ചിന്ത. 3-ാമത്തേത് എൻ്റെ തിന്മകൾ, അതുപോലെ തന്നെ ഞാൻ ഭയപ്പെടുന്ന എൻ്റെ ജീവിതത്തിലെ ദാരിദ്ര്യം, ഇതൊക്കെ ഇല്ലാതാക്കാൻ ഈ കർമ്മത്തിന് സാധിക്കുമെന്ന ചിന്ത. ഇതായിരിക്കണം വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടായിരിക്കേണ്ട വികാരം. ഇത് കേവല ഒരു വിചാരമായി നമ്മുടെ ഉള്ളിൽ അത് പച്ച പിടിച്ച് നിൽക്കും. ഒന്നാമത്തെ നിബന്ധന അതാണ്. ഇഖ്ലാസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അതാണ്. നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യവും നമുക്കുണ്ടാകാൻ പാടില്ല. പരിപൂർണമായ ആ ലക്ഷ്യത്തോടു കൂടിയത്. രണ്ടാമതായി സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ളത്, എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണിച്ചു തന്നത് അങ്ങനെ ചെയ്യാൻ സാധിക്കുക എന്നതാണ്. എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് നമുക്ക് ഇബാദത്തുകൾ അല്ലാഹു കാണിച്ചു തന്നത്. അപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമാണോ ചെയ്തത് അപ്രകാരം ചെയ്യേണ്ടത്. എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ്. നമസ്കാരം നബി നിസ്കരിച്ചിട്ട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത്. ഹജ്ജും ഉംറയൊക്കെ കഴിഞ്ഞിട്ട് നബി പറഞ്ഞു, ഖുദൂ അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്നാണ് മനാസിക്കുകൾ സ്വീകരിക്കേണ്ടത്. മനാസിക് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഷ്ഠിച്ചത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഉംറയ്ക്ക് മുമ്പ് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വിചാരം. അതോടൊപ്പം തന്നെ ഈ കർമ്മം ശരിയാകുന്നതിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമായത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹുവിനോട് പ്രത്യേകമായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ട് ബന്ധങ്ങൾ നന്നാക്കിയെടുക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത്. ഒരാളുടെ കൽബ് മുസ്ലിമാകുമ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത്. ഹൃദയം ശുദ്ധിയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുസ്ലിമാകുന്നത്. നമ്മുടെ വേഷമല്ല കാര്യം, നമ്മുടെ രൂപമല്ല പ്രശ്നം, നമ്മുടെ ഹൃദയമാണ് പ്രശ്നം. അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. രണ്ട് ബന്ധങ്ങൾ ശരിയാക്കിയെടുക്കണം. ഒന്നാമത്തേത് സിട്ടാവുമായുള്ള ബന്ധമാണ്. സിട്ടാവുമായുള്ള ബന്ധം ശരിയാക്കുക എന്ന് പറഞ്ഞാൽ നാം സിട്ടാവുമായുള്ള ബിസിനസ്സിൽ വല്ല പോരായ്മകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് നമുക്ക് തീർക്കാൻ കഴിയും. അള്ളാഹു നമ്മോട് നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ചെയ്യരുത് എന്ന് വിലക്കിയ കാര്യങ്ങൾ നാം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ നിരന്തരം ഇനി മുതൽ പോകുന്നത് വരെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴുകിക്കളയാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് മനുഷ്യരും തമ്മിലുള്ള ബന്ധമാണ്. നമുക്കറിയാം, നമുക്ക് മനുഷ്യരെന്ന നിലയ്ക്ക്, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് പലപ്പോഴും മനുഷ്യരുമായി ഇടപഴകുമ്പോൾ പലതരത്തിലുള്ള അപസ്വരങ്ങളും അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. സ്വാഭാവികമാണ്. മനുഷ്യനാവുമ്പോൾ അങ്ങനെയൊക്കെ ആവും. വ്യത്യസ്ത കുടുംബങ്ങളിലും വ്യത്യസ്ത രീതികളിലും സംസ്കാരങ്ങളിലുമൊക്കെ ജീവിച്ചവരാണ് നാം. എൻ്റെ സംസാരം ഒരുപക്ഷെ നിങ്ങൾക്ക് കടുപ്പമായി തോന്നിയേക്കാം. നിങ്ങളുടെ സംസാരം ഒരുപക്ഷെ എന്നെ വേദനിപ്പിച്ചേക്കാം. നിങ്ങൾ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ചിലപ്പോൾ എന്നെ വേദനിപ്പിച്ചേക്കാം. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. പല കാരണങ്ങളാൽ മനുഷ്യൻ തെറ്റിപ്പോകാറുണ്ട്. ചില്ലറ പ്രശ്നങ്ങളായിരിക്കും. അതൊക്കെ പറഞ്ഞ് നമ്മൾ ശരിയാക്കണം. നമ്മൾ ആരോടും പകവെക്കേണ്ടവരോ വിദ്വേഷം വെക്കേണ്ടവരോ അല്ല. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. നമ്മുടെ ഹൃദയം ഇങ്ങനെ പരിശുദ്ധമായെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിലേക്ക് കൈ ഉയർത്താൻ കഴിയൂ. അല്ലാതെ കൈ ഉയർത്തുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ വരിക വേറെ ചിലരുടെ ചിത്രങ്ങളായിരിക്കും, വേറെ ചില സംഭവങ്ങളായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നാം ഈ രീതിയിൽ ഹൃദയം പരിശുദ്ധമാക്കണം. രണ്ട് ബന്ധങ്ങളെ ശുദ്ധിയാക്കണമെന്നർത്ഥം. ഒന്ന് നമ്മുടെ റബ്ബുമായുള്ള ബന്ധം, രണ്ടാമത്തേത് സഹജീവികളുമായുള്ള ബന്ധം. ഇങ്ങനെ ബന്ധം ശുദ്ധിയാക്കുമ്പോൾ തന്നെ സ്വാഭാവികമായി നമുക്ക് അനുഭവപ്പെടും, ഞാനൊരു നല്ല മനുഷ്യനാകാൻ പോകുന്നു എന്ന്. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചപ്പോൾ രണ്ട് ഖരീനത്തുകൾ നമ്മുടെ ഉള്ളിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഖരീനത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടുകാരുണ്ട് നമ്മുടെ ഉള്ളിൽ. അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും പലപ്പോഴും. നന്മയ്ക്ക് വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടുകാർ ഇല്ലേ? നന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടുകാരൻ നമ്മുടെ അകത്തുണ്ട്. നമ്മളോട് പറയും, ഇന്ന് ചെയ്യുക. അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് ആ കൂട്ടുകാരൻ നമ്മളെ പലപ്പോഴും തടയും. രണ്ടാമത്തേത് തിന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരൻ. അതുകൊണ്ട് നമ്മുടെ അകത്ത് തന്നെ നമ്മളോട് ചില തിന്മകൾ, ചില തെറ്റുകൾ നമ്മുടെ മുമ്പിൽ പർവ്വതീകരിച്ച് മനോഹരമാക്കി നമുക്ക് കാണിച്ചു തരും. സ്വാഭാവികമായി നമ്മളതിലേക്ക് വീണ് പോകും. ഇതുണ്ട്, ഇതില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രണ്ടും യഥാർത്ഥത്തിൽ നമുക്ക് കീഴടക്കാൻ സാധിക്കണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. നമുക്ക് ഈ രണ്ട് കൂട്ടുകാരെയും കീഴടക്കാൻ സാധിക്കും.
നോക്കൂ, നമ്മുടെ മനസ്സുകൾക്കകത്തുള്ള ഈ കൂട്ടുകാരനെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ രക്ഷപ്പെട്ടു. അത് ചെയ്തിട്ടില്ലെങ്കിൽ നാം വലിയ അപകടത്തിലേക്കാണ് ചെന്ന് വീഴുക. എത്ര ഇബാദത്തുകൾ ചെയ്തിട്ടും കാര്യമില്ല, ഭീമമായ അബദ്ധത്തിലേക്ക് ചെന്ന് വീഴും. അത് നമ്മൾ നേടിയെടുക്കാൻ പറ്റിയ ഒരവസരമാണ് യഥാർത്ഥത്തിൽ. എൻ്റെ മനസ്സിനെ ശുദ്ധീകരിച്ച് വിമലീകരിച്ച് മനസ്സിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലായിരിക്കണം, എൻ്റെ കൺട്രോൾ മനസ്സിൻ്റെ കയ്യിലാകരുത്. ഇപ്പം അങ്ങനെയുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളൊരു വണ്ടി വാങ്ങി വെക്കുക. ആ വണ്ടിയിൽ നമ്മൾ കയറിയിരുന്നാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് വേണ്ടേ വണ്ടി പോകാൻ? എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി വാങ്ങിയ വണ്ടിയാണ്. അത് പോകേണ്ടത് എൻ്റെ ഡ്യൂട്ടി സ്ഥലത്തേക്കായിരിക്കണം. അതിന് പകരം വണ്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് പോയാൽ പിന്നെ ആ വണ്ടിയെ നമ്മൾ വെച്ചേക്കും. വണ്ടിയിൽ നമ്മൾ കയറി നിന്നിട്ട് വണ്ടിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയി നോക്ക്, വെച്ചേക്കോല്ലോ. ഇതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയാണ്, നമ്മളിരിക്കുകയാണ്. അഥവാ നമ്മുടെ മനസ്സ് അവനിഷ്ടമുള്ളിടത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. നമുക്കതന്നെ വേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെടുന്നിടത്തേക്ക് മനസ്സ് വരണം, അവിടേക്ക് നമ്മളെത്തും. അതാണ് പ്രധാനം. അത് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് 2 കൂട്ടുകാർ അല്ലെങ്കിൽ 2 പ്രോഗ്രാംസ് നമ്മുടെ ഉള്ളിലുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഈ മനസ്സിനെ സംവിധാനിച്ച അള്ളാഹു പറയുകയാണ്, ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. 2 പ്രോഗ്രാം ഈ മനസ്സാകുന്ന ഈ സിസ്റ്റത്തിനകത്ത് അള്ളാഹു വച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രോഗ്രാമിൻ്റെ പേര് ഫുജൂർ എന്നാണ്. ഫുജൂർ മോശമായ കാര്യങ്ങളാണ് ഫുജൂർ എന്ന് പറഞ്ഞാൽ. ഫുജൂറിന് നേരെ ഓപ്പോസിറ്റാണ് തഖ്വ. രണ്ടാമത്തെ പ്രോഗ്രാം അതാണ്. ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്ത് പല പ്രോഗ്രാമുകളുമില്ലേ ഉണ്ടല്ലോ. നമ്മൾ ഏതാണോ ആക്ടിവേറ്റ് ചെയ്യുന്നത് അതായിരിക്കും നമ്മൾക്ക് ഉപകാരപ്പെടുക. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ മനസ്സും. നമ്മുടെ മനസ്സിനകത്ത് 2 പ്രോഗ്രാം അള്ളാഹു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും മനസ്സിലുണ്ട് 2 പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മളേതാ ഉപയോഗിക്കേണ്ടത്? തഖ്വയായിരിക്കണം. ഫുജൂർ നമ്മൾ ഉപയോഗിക്കരുത്. ഫുജൂർ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ തെറ്റിപ്പോകും. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഒക്കെ രസകരമായ പദങ്ങൾ. ആ മനസ്സിനെ ആർക്കാണോ കീഴ്പ്പെടുത്താൻ സാധിച്ചത്? ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞ ഉദാഹരണമാണ്, വണ്ടിയുടെ ഉദാഹരണം. ആർക്കാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ വണ്ടിയെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് അവനാണ് വിജയിച്ചത്. അല്ലാത്തവൻ പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് ഈ 2-3 കാര്യങ്ങളാകുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യും, ഞാൻ എന്തൊക്കെയോ മാറ്റങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ മാറ്റവുമായിട്ടായിരിക്കണം നമ്മൾ ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് വേണ്ടി പോകട്ടെ. ഉംറ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കർമ്മമാണ്, ഒരു പ്രയാസമില്ല. നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി ഒരു ക്ലാസ്സിന് വന്ന് ഇരിക്കേണ്ട വിഷയമൊന്നും ഇതിലില്ല, വളരെ സിമ്പിളാണ്. പക്ഷേ അതിൻ്റെ ഒരു മുന്നോടിയായി ചില കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായി ഉപകാരപ്പെടുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, നമസ്കാരം എന്ന കർമ്മത്തേക്കാൾ വളരെ സിമ്പിളാണ് ഉംറ എന്ന് പറഞ്ഞ കർമ്മം. പക്ഷെ നമുക്ക് കുറച്ചധികം പേടിയിട്ടില്ലേ? നിസ്കരിക്കാൻ പോണതിനേക്കാൾ അധികം ഒരു പേടിയില്ലേ? ഉണ്ടോ? ഉണ്ട്. എന്തെങ്കിലും കാരണം വളരെ സിമ്പിളാണ്. നമസ്കാരത്തിൽ പഠിക്കേണ്ട അത്ര ദിക്റുകൾ ഇതിൽ പഠിക്കാനില്ല. ഇല്ല, നമസ്കാരത്തിൽ ചെയ്യേണ്ട അത്ര സൂക്ഷ്മത ഇതിലില്ല. നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ എന്തോരം ദിക്റുകൾ പഠിക്കാനുണ്ട്. തസ്ബീഹുകളും ദിക്റുകളും ഒക്കെ പ്രാർത്ഥനകളും ഉണ്ട്. അതുപോലെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഭയങ്കര കൺട്രോൾ വേണം. അങ്ങോട്ട് തിരിഞ്ഞൂടാ, അങ്ങോട്ട് തിരിഞ്ഞൂടാ, അവിടെ നോക്കിക്കോ, ഇങ്ങനെ പ്രശ്നമല്ല. തിന്നൂടാ, കുടിച്ചൂടാ, തൊന്നൂടാ. അപ്പൊ സത്യത്തിൽ ഇത് വളരെ എളുപ്പമാണ്. ഉംറ വളരെ എളുപ്പം. നമ്മളെ കയ്യിലൊക്കെ ചെറിയ പുസ്തകം കിട്ടിയിരുന്നു.
ഇത് ഹജ്ജ് ഉംറയും കൂടിയതാണ്. അപ്പോൾ ആലോചിച്ചപ്പോൾ ഉംറ ചെറുതായിരിക്കും, രണ്ടും കൂടി കൂടിയത് വളരെ സന്തോഷം. ആ ഭാരം നിങ്ങൾ ആദ്യം ഇറക്കി വെക്കുന്നത് ഇത് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇതാർക്കും ചെയ്യാം, ആർക്കും ചെയ്യാവുന്ന വളരെ എളുപ്പമുണ്ട് ഒരു. പക്ഷെ പ്രശ്നം ഇതാണ്. ഞാൻ ആദ്യം പറഞ്ഞ സംഗതികളാണ് ഇതിൻ്റെ കാമ്പെന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ, ഒന്ന് അല്ലാഹുവുമായിട്ടുള്ള ബന്ധം, രണ്ടാമത്തേത് മനുഷ്യരുമായിട്ടുള്ള ബന്ധം. ഈ 2 ബന്ധങ്ങളും നന്നാക്കി എടുക്കുക. ഇതോടുകൂടി നമ്മൾ ശരിയാവും. മൂന്നാമത്തേത് നമ്മുടെ നഫ്സിനെ, നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ വരാവുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരുക്കത്തിന് ശാരീരികമായ ചില ഒരുക്കങ്ങൾ കൂടി വേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ നടത്തിയ ഒരു മാനസികമായ ഒരുക്കമുണ്ട്, ഇതിന് ശാരീരികമായ ചില ഒരുക്കങ്ങളുണ്ട്. ശാരീരികമായ ഒരുക്കം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഉംറയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫ്ലാറ്റിലും വീട്ടിലൊക്കെ വെച്ച് ചെയ്യേണ്ട സംഗതികളാണ്. എല്ലാവരും പറയാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും നമുക്ക് മാനസികമായി ശുദ്ധിയായ നമ്മുടെ ശരീരം കൂടി ശുദ്ധിയാകേണ്ടത്, ശരീരം കൂടി ശുദ്ധിയാകേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ പഠിച്ചു കളയാനുള്ളതാണ്, നമ്മൾ പഠിച്ചു കളയാനുള്ള രോഗങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി. നമുക്കെന്നെ തോന്നണം, അങ്ങനെ തോന്നില്ല. നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇത് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യും. ഇനി ഫ്ലൈറ്റിനാണ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിൽ ബസ്സിന് പോകുന്നവരും ഫ്ലൈറ്റിന് പോകുന്നവരുണ്ട്. ഫ്ലൈറ്റിന് പോകുന്നവർ ഈ ഉംറയ്ക്ക് വേണ്ടി നമുക്ക് ശരീരം വൃത്തിയാക്കാന്ന് പറഞ്ഞാൽ, വൃത്തിയാക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു പണിയാണോ കുളി എന്ന് പറഞ്ഞാൽ, അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു കുളി കൂടി നടത്തുന്നത് അത് ഉംറയ്ക്ക്, ഫ്ലൈറ്റിൽ പോകുന്ന ആളുകൾ വീട്ടിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം, ഈ കുളി കൂടി നടത്തണം. മനസ്സിലായി? ബസ്സിൽ പോകുന്ന ആളുകൾക്ക് ഇൻഷാല്ലാ നമ്മൾ ഇഹ്റാം ചെയ്യുന്ന സ്ഥലമുണ്ട്, മീഖാത്ത്. അവിടെ എത്തുമ്പോൾ അവിടെ അതിനുള്ള സൗകര്യങ്ങളാണ്, അവിടെ വെച്ച് ചെയ്യുന്ന. അപ്പോൾ നമ്മൾ ഏകദേശം വൃത്തിയായിരുന്നു അല്ലേ? ഇപ്പം എന്തൊക്കെ വൃത്തിയായി? നമ്മുടെ ഹൃദയം വൃത്തിയായി, നമ്മുടെ മനസ്സ് വൃത്തിയായി, നമ്മുടെ ശരീരവും വൃത്തിയായി അല്ലേ? ഇതിനാണ് മുസ്ലിം എന്ന് പറയുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊക്കെ വൃത്തിയായതിൻ്റെ പേരാണ് എന്ത്? നിങ്ങൾ ആലോചിച്ചപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ കിട്ടൂല, കിട്ടും. അത് ഭയങ്കര റഹ്മാനാണ്, റഹീമാണ്, ഭയങ്കര കരുണ ചെയ്യുന്നത്, വധൂതാണ്, ഭയങ്കര സ്നേഹമുള്ളവർ. മനസ്സിലായി? ഉംറയ്ക്ക് വേണ്ടി നമുക്ക് ഈ അനുഗ്രഹം കിട്ടിയത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്. പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഉംറയ്ക്ക് പോകാൻ കഴിയില്ല. അതൊക്കെ നാട്ടിൽ നമ്മൾ പോയിട്ടുണ്ടാവും, ഒരുപാട് ടൂറുകൾ പോയിട്ടുണ്ടാവും, ദുബായിലൊക്കെ പല സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ഉംറയ്ക്ക് പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് നമ്മൾക്ക് സ്നേഹം പരിപൂർണമാകണം. ഇനി പരിപൂർണതയെ നമ്മൾ ഏറ്റെടുത്താൽ മതി. മനസ്സിലായി? അപ്പോൾ നമ്മൾ കുളിച്ചു വൃത്തിയായി ഒക്കെ ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് ഇഹ്റാമിൽ വിടുന്നു, എല്ലാം ശുദ്ധിയാണ്, എല്ലാം വൃത്തിയാണ്. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഇഹ്റാമിന് വേണ്ടി പ്രത്യേകമായ ഒരു ഡ്രസ്സ് എടുത്തു. ഒരു ഡ്രസ്സ് പുരുഷന്മാർക്ക് പ്രത്യേകമായ ഒരു ഡ്രസ്സുണ്ട്. സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഏത് ഡ്രസ്സും വേണം. ഇസ്ലാം അനുവദിച്ച ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ എൻ്റെ ഡ്രസ്സിൻ്റെ സംവിധാനം കണ്ടിട്ട് എൻ്റെ മെഹ്റമല്ലാത്ത ഒരു പരപുരുഷൻ എന്നെ നോക്കി ആസ്വദിക്കുന്ന ഒരു വസ്ത്രമാണ്. ക്ലിയർ? കളറിൽ പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ശരി, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ മറച്ചു വെക്കണമെന്ന് കൊതിക്കുന്ന കുറേ അവയവങ്ങളുണ്ട്, അതൊന്നും പുറത്ത് കാണില്ല. ഡ്രസ്സ് ധരിച്ചാൽ പോലും അതിൻ്റെ ഒരു വലിപ്പമോ അതിൻ്റെ രൂപമോ ഒക്കെ
പുറത്ത് കാണുന്ന രീതിയിലുള്ള ഒരു ഇത് ഡ്രസ്സും ആണ്. ഇത് ഇസ്ലാമിൻ്റെ ഒരു മര്യാദ, ഇസ്ലാമിൻ്റെ മര്യാദയല്ല. അത് സത്യത്തിൽ ഒരു എന്താ പറയുക, ഒരു ബയോളജിക്കൽ മര്യാദയാണ്. അത് ബയോളജിക്കൽ മര്യാദ എന്താ വെച്ചാൽ സൃഷ്ടിച്ച സിദ്ധാന്തന്റെ കൽപ്പനയാണ്. നിങ്ങളുടെ ഡ്രസ് ഇങ്ങനെയാണ്, അങ്ങനെ ഡ്രസ് ധരിച്ചാൽ അതാണ് ഹെൽത്തി ഡ്രസ്. അത് ഒക്കെ അതാണ് ഇസ്ലാം പറയുന്ന എല്ലാ സംഗതികളും. ഇതിപ്പോ മനുഷ്യന്റെ ഈ മഹാസംവിധാനം സൃഷ്ടിച്ചതാണ്, ഇതിനെ ഡിസൈൻ ചെയ്തതാണ്, ഇതിന് എഞ്ചിനീയർ ആരാ അല്ലേ? അപ്പൊ നമുക്ക് നമ്മൾ വണ്ടി വാങ്ങി നോക്കാം, ആ വണ്ടിയുടെ മാനുഫാക്ചറിങ് എഞ്ചിനീയർ പറയുന്ന ഓയിൽ എടുക്കട്ടെ അല്ലെ? ആ സമയത്ത് സർവീസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എഞ്ചിനീയർ ആരാ? വളരെ സിമ്പിളായിരുന്നു, വളരെ സിമ്പിൾ. അതല്ലാത്ത ഒരു ഡ്രസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനർത്ഥം നമ്മളതിനെ കേടുവരുത്താണ്. നമ്മളതിനെ കേടുവരുത്താണ്. ഡീസൽ ഒഴിക്കേണ്ട വണ്ടിയിൽ മണ്ണെണ്ണ ഒഴിച്ചാൽ എന്തേലും അത്രേ ഉള്ളൂ. മണ്ണെണ്ണ ഒഴിച്ചാലോ വണ്ടി കേടും. ഓക്കെ, അപ്പൊ അതേ ഉള്ളൂ. പുരുഷന്മാർക്കാണ് പ്രത്യേകമായ ഡ്രസ്സ്. ഇനി ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ അപ്പൊ നമ്മൾ ഈ ഡ്രസ് അഴിച്ചു വെക്കരുത്. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യും? ഈ ഡ്രസ് അഴിച്ചു വെക്കും. അത് നിങ്ങൾ കുളിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോദിച്ച ചോദ്യം അതാണ്. നമ്മൾ ഇപ്പൊ മരിച്ചാൽ എവിടെ പോകും? ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സമയത്തല്ല, ഞാൻ പറഞ്ഞ അന്തരീക്ഷത്തിൽ എത്തിയില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ, എന്റെ കൂടെ ഉണ്ടായാലേ ശരിയാകും. ഇപ്പൊ മരിച്ചാൽ എവിടെ പോകും? ഉറപ്പല്ലേ? ഇപ്പൊ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മൾ മരിച്ചാൽ നമ്മളല്ല, നമ്മുടെ ബന്ധുക്കൾ നമ്മളെ പുളി പിടിപ്പിക്കാറില്ല, ഉണ്ടോല്ലേ? നമ്മൾ ഈ ഡ്രസ്സ് അവിടെ അഴിച്ചു വെക്കും. ചെറിയ വ്യത്യാസമുള്ളൂ, ചെറിയ വ്യത്യാസമുള്ളൂ. മരണസമയത്ത് മരിച്ചാൽ പിന്നെ നമ്മളല്ല ഡ്രസ്സ് അഴിക്കണം. കാരണം എന്താ? നമുക്ക് ജീവൻ ഇല്ലാത്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡ്രസ്സ് അഴിച്ചു. അപ്പൊ ഡ്രസ്സ് അഴിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരേണ്ടത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള നമ്മുടെ അവസാന യാത്രയിൽ നമ്മുടെ ഡ്രസ്സ് അഴിക്കുന്ന രംഗമാണ്. അതിന് അറിയാതെ വരും. ഞാൻ പറഞ്ഞ ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. മനസ്സിലായി? എന്നിട്ട് നിങ്ങൾ വെള്ളം പോയി ഒഴിക്കണം. ഇസ്ലാമിലെ മൊഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലോ, പറയേണ്ടത് ഇഹ്റാമിനല്ല, വെള്ളിയാഴ്ചയല്ല, ജനാദത്ത് കുളിയല്ല, ഏത് കുളിയായാലും കുളിക്കേണ്ടത്. അതും ഹെൽത്തി കുളിയാണ്. അതെങ്ങനെയായിരിക്കണം? ആദ്യം വുളു ചെയ്യും, അല്ലെ? വുളു ചെയ്യും. നിങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണം വരുന്നതായിരിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ, നല്ലൊരു ഫിസിഷ്യനാണ് നിങ്ങളെ ട്രീറ്റ്മെന്റ് നടത്തുന്നെങ്കിൽ അദ്ദേഹം നിങ്ങളോട് പറയും, നിങ്ങൾ ഒരിക്കലും ദേഹത്തിലേക്കോ തലയിലേക്കോ ആദ്യം വെള്ളമൊഴിക്കുന്നത് ഭക്ഷണം പറഞ്ഞാലേ ഭക്ഷണമില്ലല്ലേ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര അപകടം. ഇസ്ലാമിലെ കൂടിയാണ്, ഇസ്ലാമിലെ കൂടി ആദ്യം ഒന്നും ചെയ്യും. ക്ലിയർ? ഒന്നും ചെയ്ത ശേഷം വലതുഭാഗത്ത് വെള്ളമൊഴിക്കണം. വലതുഭാഗത്ത് വെള്ളം, അതൊരു ഭയങ്കര സംഭവമാണ്. എന്തുകൊണ്ടാണ് ഈ വലതുഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസർച്ച് നടത്തുന്ന സംഗതിയാണ്. നബിക്ക് ഇഷ്ടമായിരുന്നു. നബിക്ക് ഇഷ്ടമായിരുന്നു വലത് കൈ കൊണ്ട് കുടിക്കും, വലത് കൈ കൊണ്ട് തിന്നും, വലതുഭാഗം കൊണ്ടൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ അബുദാബിയിൽ എനിക്കൊരു ചെറിയ പ്രശ്നം. എനിക്കിങ്ങനെ എഴുതുമ്പോൾ വയസ്സ് കുറേ ഉണ്ടാവും. എഴുതുമ്പോൾ ഞാൻ കയ്യിനെ വളരെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും എഴുതുമ്പോൾ അങ്ങനെ ഒരു ശിവായി. മനസ്സിലായി? പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ട ഒരു സംഗതി, അറബിയിൽ എഴുതുമ്പോൾ എനിക്കൊരു ശിവായി പോലെ. അറബി എഴുതുമ്പോൾ ഒരു പ്രശ്നം. ഞാൻ ഇതിനു വേണ്ടി നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ ഞാൻ പോയി. ഒരാളെന്നെ കൊണ്ടുപോയി, എന്നെ ഇഷ്ടപ്പെട്ട ഒരാൾ കൊണ്ടുപോയി.
വലിയൊരു മെഡിക്കൽ കോളേജിൽ, വലിയൊരു മെഡിക്കൽ കോളേജ് 3 ദിവസം അവിടെ കിടന്ന് ഒരുപാട് പരിശോധനകളൊക്കെ നടത്തി. അവർ പറഞ്ഞ കുഴപ്പമില്ല, വൈറ്റമിൻ ഡിയുടെ എന്തോ ഒരു ഡെഫിഷ്യൻസിയാണ്, നിങ്ങൾ കുറച്ച് വൈറ്റമിൻ ഡി കഴിച്ചാൽ. വളരെ അപചാരിതമായി കഴിഞ്ഞ ആഴ്ച ഞാൻ അബുദാബിയിൽ പോയപ്പോൾ അവരുടെ ഒരു സുഹൃത്ത് പറയുമ്പോൾ ഡോക്ടറെ കാണും. ഞങ്ങളെ കാണും, വേറെ പേര് ഡോക്ടറെ അല്ലാതെ മുസ്ലിമല്ലാന്ന് പറയാനാണ് ഞാൻ പേരുവായത്. വളരെ പ്രായമായ 76 വയസ്സായ മനുഷ്യൻ, അദ്ദേഹം ട്രീറ്റ്മെന്റ്. ഞാനവരോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പ്രശ്നമാണ്, ഇംഗ്ലീഷ് എഴുതിയാൽ മലയാളം എഴുതിയാൽ ഞാൻ എന്താവും, സൈൻ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നം. പക്ഷെ അറബി എഴുതിയ ഒരു പ്രശ്നമില്ല. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പറഞ്ഞു വെച്ചാൽ പലരോടും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താ സംഭവം, മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത് വലത് ഭാഗത്ത് 2 ഭാഗത്താണ്. എവിടെ മറ്റൊരു ഓപ്പോസിറ്റ് എന്ത് വേണമെന്ന് വെച്ചാൽ കൂടുതൽ പ്രഷർ വേണം. ഈ പ്രഷറാണ് എന്ത് ഷിവറിങ്ങിൻ്റെ പ്രശ്നം. മറ്റേത് നാച്ചുറലായി എന്തില്ല പ്രഷർ. നമ്മുടെ വിഷയമല്ല, ഞാൻ പറഞ്ഞത് വലതിനെ കുറിച്ച് പറഞ്ഞു, മനസ്സിലായി. വലത് ഭാഗത്ത് വെള്ളമൊഴിക്കുന്നിടത്ത് പറഞ്ഞുള്ളത് കുടിക്കണം. വലത് ഭാഗത്ത് വെള്ളമൊഴിച്ചു, സ്വഭാവം തെച്ച്. ഈ കുടി കുടിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടത് അവസാനത്തെ കുടിയാണ്, മനസ്സിലായി. നമ്മുടെ സ്വർഗത്തിലേക്ക് പോകാൻ. ഇനിയോ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അത്ര പഠിക്കും, മനസ്സിലായി. നിങ്ങൾക്കറിയാലോ, മയ്യത്ത് കുളിപ്പിച്ചാൽ എന്താക്കല്ലേ, അത് പറ്റുന്നത് എവിടെയാണ്? അത്ര നമ്മൾ സുഗന്ധം സ്പ്രേ ആയിട്ട് അത്ര എന്തായിരുന്നു ശരീരത്തിലാണ് മനസ്സിലാക്കുക. എവിടെയല്ല, ഡ്രസ്സിലാണ്. നമ്മളൊക്കെ ശീലിച്ചത് എവിടെയാണ്? ഡ്രസ്സിൽ, മനസ്സിലായി. സുന്നത്തല്ല, മനസ്സിലായി. ഇടങ്ങൾ ഒന്നിച്ച് ഹജ്ജിന് പോകുന്നവരുണ്ടെങ്കിൽ, ഉംറക്ക് പോകുന്നവരുണ്ടെങ്കിൽ നബിയുടെ സുന്നത്ത് നബി ഇഹ്റാം ചെയ്തപ്പോൾ ആയിഷ ബീവി നബിക്ക് ബാക്കിയുള്ള ഫില്ല് ചെയ്തത് ഇനി കണ്ടു. എല്ലാ ഒരു സൗന്ദര്യം വിവാദത്തിൽ പോലും അതെന്താ വെച്ചാൽ എന്തെങ്കിലും രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അതുകൂടി ഇവിടെ എന്ത് പോകണം? നമ്മൾ ഈ എല്ലാ മനുഷ്യരായിട്ടും നന്നാവും, പക്ഷെ വീട്ടിലുള്ളവരായിട്ടോ മനസ്സിലായി. ഇതൊന്നും നമ്മൾ പറയാത്ത കാര്യമില്ല. പരമാവധി പരമാവധി ക്ലിയർ അല്ല. സുഗന്ധ കൃഷി. ഇനി വേണ്ടത് നമ്മൾ ഈ ഡ്രസ്സ് ധരിക്കണം. ഈ ഡ്രസ്സിനൊക്കെ എയർപോർട്ടിൽ നിന്ന് ധരിക്കണം, വീട്ടിൽ നിന്നും ധരിക്കണം. നമുക്ക് ഇഷ്ടം മനസ്സിലായി. ഒന്നുമില്ല, ഇതിന് ഈ ഡ്രസ് ഇതിലേക്കാണ് സോറിട്ടോ കിട്ടിയിട്ടില്ല. അതാണ് വളരെ എളുപ്പമാണ്, അവിടെ നമുക്ക് പറയുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കണം. മദീനയിൽ നിന്നാണെങ്കിൽ അവിടെ വെച്ചാണ് എന്ത് ചെയ്തത്, ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ വേറെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ചെയ്യണം ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ധരിച്ചു. ഈ ഡ്രസ്സ് ധരിക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത്, തുണി എടുക്കാൻ മലയാളികളായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ തുണിയുടെ മേലെ ബെൽറ്റ് ഇടാണ് നല്ലത്. കാരണം വെച്ചാൽ തുണി സ്ഥിരം എടുത്ത് ശീലമില്ലാത്തവരാകുമ്പോൾ താഴെ വീണാൻ സാധ്യതയുണ്ട്. ശരി, മറ്റുള്ള എല്ലാ ഡ്രസ്സും മാറ്റി വെക്കണം, മനസ്സിലായി. ഈവൻ അണ്ടർവെയർ വരെ പാടില്ല, തൊപ്പി പാടില്ല, തട്ടം പാടില്ല, ഒന്നും പാടില്ല. എല്ലാ സാധനങ്ങളും മാറ്റി വെക്കണം, മനസ്സിലായി. എന്നിട്ട് ഈ ഒരു പുതപ്പ്, ഈ പുതപ്പ് നമ്മൾ ഇങ്ങനെ തന്നെ ഇടണം. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ, ശരീരം ഫുള്ളായിട്ട് കവർ ചെയ്യുന്നു, മനസ്സിലായി. കവർ ചെയ്യും. ഇത് കവർ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കാണേണ്ടത് നമ്മളെ കുളിപ്പിച്ച് യെസ്, ഇവിടെ നമ്മൾ തന്നെയാണ് നമ്മളെ കുളിപ്പിച്ചത്, നമ്മൾ തന്നെയാണ് നമ്മളെന്ത് ചെയ്തത്. ആകെ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ സമയത്ത് 3 ഉണ്ടാവും, എപ്പോഴോ 2 വ്യത്യാസം. അത് ജീവനോടെ ആയതുകൊണ്ടാണ് ഇത് 2. മറ്റൊരു അവസരത്തെ മാത്രം ആയതുകൊണ്ടാണ് ഇത് 3. ക്ലിയർ അല്ല. അപ്പോൾ നമ്മൾ ഇപ്പം ഹൃദയം ശരിയായി, മനസ്സ് ശരിയായി,
ശരീരവും ശരിയായി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഡ്രസ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വഫ്തുല്ലാ എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിലേക്കുള്ള ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങളാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ വീടായ കഅബയിലേക്കുള്ള ഡെലിഗേഷൻ. ഇനി അതല്ലെങ്കിൽ ഒറിജിനലി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകാൻ എന്താണ് ഇത്? ഇതാണ് ശരിക്കും ഉണ്ടാകുന്നത്. ഇനി ബാക്കിയൊക്കെ എളുപ്പം, ബാക്കിയൊക്കെ എളുപ്പമാണ്. നിങ്ങൾ ഈ മദീനയിൽ നിന്ന് പോകുന്ന ആളുകൾ മദീനയിലെ ഹോട്ടലിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മദീനയിൽ നിന്ന് നിങ്ങളുടെ വണ്ടി വാഹനം പുറപ്പെട്ട് നിങ്ങൾ ട്രെയിനാണ് പോകുന്നത്, അതല്ല ബസ്സിനാണ്. ഓക്കെ, അപ്പോൾ ബസ്സിന് പോകുമ്പോൾ നിങ്ങൾ മദീനയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങളുടെ ബസ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തും. ആബ അലി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചാണ് മനസ്സിലായത്. അപ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾ എവിടെ വെച്ചാണ്? മീഖാത്തിൽ വെച്ചാണ്. മീഖാത്ത് എന്നാണ് പറയുന്നത്. നമ്മൾ പ്രവേശിക്കുന്ന സ്ഥലത്തിന് പറയും മീഖാത്ത്. ബസ്സിന് പോകുന്നവരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ബസ്സിന് ഇങ്ങനെ ബസ് ഭയങ്കര രസമുള്ള യാത്ര. ഇവിടെ ബസ്സിന് പോകാറുണ്ടോ? ഭയങ്കര ഭാഗ്യമായ ബസ്സിന് കൊടുക്കണം. പ്രത്യേകിച്ച് ഇവിടെ പോകുന്നത് ഭയങ്കരമായി ഭയങ്കരമായി നിങ്ങൾ ശരിക്കും ഉംറ ആസ്വദിക്കാൻ കഴിയാൻ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ നേരെ എത്തുക സൗദിയുടെയും യുഎഇയുടെയും ബോർഡറിലാണ്. കാണുന്ന കാഴ്ചയാണ് ആ ബോർഡറൊക്കെ. നിങ്ങൾ അതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ യാത്ര ആ ബോർഡറിലെത്തി അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മൾ സൗദി അറേബ്യയിലേക്ക് പ്രവേശിച്ച് കുറച്ച് പ്രയാസമുണ്ടാവും മറ്റേനേക്കാൾ. അത് ഞങ്ങൾ റെഡി ആയതുകൊണ്ടാണ് അങ്ങനെ അല്ലേ, അതൊരു ത്രില്ല എന്നാണ്. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞ് ബോർഡർ കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സ്ഥലം, നിങ്ങൾ പക്ഷേ സ്കൂളിൽ ജോഗ്രഫി പഠിച്ചപ്പോൾ വേൾഡ് മാപ്പിൽ എംപ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം പഠിച്ചിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ പോയി നോക്കിയോ. എംപ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം റോബർട്ട് ഖാലി എന്നാണ് അറിയുന്നത്. എംപ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ കരുതാ? ഒന്നുമില്ലാത്തൊരു ഭൂമി. നിങ്ങൾക്കറിയാലോ ഈ ഭൂമിയുടെ ഈ ജിയോഗ്രഫിക്കൽ മാപ്പൊക്കെ ഇതൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്യുന്നല്ലോ. ഈ സ്ഥലങ്ങളിൽ അവരുടെ കോളനി ആയിരുന്നല്ലോ. ഒന്നുകിൽ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഫ്രഞ്ചുകാരുടെ കോളനി. ബ്രിട്ടീഷുകാർ മാപ്പ് ഉണ്ടാക്കിയപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഒഴിഞ്ഞെടുക്കുന്നുണ്ടാവും. നിങ്ങൾ കാണുന്നു ഭയങ്കരമായി മരുഭൂമിയാണ്. എത്രയോ ദൂരം നിങ്ങൾ ബോർഡറിൽ നിന്ന് തുടങ്ങിയാൽ ഏകദേശം മദീനത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ റിയാദ് കഴിഞ്ഞ് മദീനത്തെത്തുന്നത് വരെ നിങ്ങൾ കാണുക വിശാലമായ മരുഭൂമിയാണ്. ഇതിൽ ബോർഡർ കഴിഞ്ഞ ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 200-250 കിലോമീറ്റർ പോകുന്നത് ഈ എംപ്റ്റി ലാൻഡിലൂടെയാണ്. എംപ്റ്റി ലാൻഡിന് അവർ പേര് വിളിക്കാൻ കാരണം അവർക്ക് തോന്നി അത് ശൂന്യമാണ്. മനസ്സിലായി? പക്ഷെ ഇന്ന് നിങ്ങൾ അതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പാർക്ക് ചെയ്യാൻ പറ്റില്ല, നിർത്താൻ പറ്റില്ല. ഭയങ്കര സെക്യൂരിറ്റിയാണ് ആ സ്ഥലത്ത്. എന്താ കാരണം? അവിടെ മുഴുവൻ സ്വർണ്ണമാണ്, മുഴുവൻ സ്വർണ്ണമാണ്. ആ മരുഭൂമിയെ കണ്ടി ഫുള്ള് സ്വർണ്ണം, ഭയങ്കരമാണ്. പക്ഷെ ഈ ആളുകൾക്ക് മനസ്സിലാക്കുകൊണ്ട് അവരെന്ത് തിരിച്ചു? എന്തിലാണ്ട് തിരിച്ചു. ഇത് കാണുന്ന കാഴ്ചയാണ്. ഈ നമ്മളെ വിഷയത്തിന് മാറില്ല. പക്ഷെ നിങ്ങളത് കണ്ടുപോകണം. എന്താ വെച്ചാൽ ഈ ഉമറെ കുറിച്ച് അച്ഛനെ പറഞ്ഞിടത്ത് അള്ളാഹു ഒരു കാര്യം പറയുന്നത് ലിയഷ്ഹദൂ മനാഫിഅ ലഹും എന്ന് പറയും. ലിയഷ്ഹദൂ മനാഫിഅ ലഹും. അള്ളാഹു മനുഷ്യനെ വേണ്ടി ഒരുക്കി വെച്ച് ഒരുപാട് മനാഫികളുണ്ട്. മനാഫിഅ എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്സ്, ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. മനസ്സിലായി? നമ്മൾ പറഞ്ഞാൽ തീരാത്ത അത്രയും. അപ്പോൾ അതിനൊക്കെ നമ്മൾ സാക്ഷിയാവണം. നമ്മളറിയണം, നമ്മൾ കാണണം. ഭയങ്കര കാഴ്ചയാണ്. ഈ ഫ്ലൈറ്റിലൊക്കെ പോകണമെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒന്ന് ബൈ റോഡ് മുകളിൽ പോകണമെന്നാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ ഇങ്ങനെ ചെന്നാൽ എനിക്ക് തോന്നുന്നത് ഈ ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ മക്കളെ കഴിയണം.
സോറി ബസ്സിനോട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ എത്തുന്നത് നിങ്ങളുടെ മീഫാത്ത്. നമ്മൾ ഫ്ലൈറ്റിന് പോണവരുടെ മീഫാത്തിലാണ് ഇപ്പോൾ നിന്ന് കേട്ടോ, പിന്നെ മറ്റേലേക്ക് വന്നത്. നിങ്ങളുടെ മീഫാത്ത് മക്കയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ദൂരെ തായിഫിലുള്ള സൈലുൽ കബീർ ഒരു സ്ഥലം. തായിഫിനെ കേട്ടിട്ടുണ്ട്, തായിഫ് പ്രസിദ്ധമാണ് പല കാര്യങ്ങളും. അവിടെ നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ അവിടെ വെച്ച് ചെയ്താൽ മനസ്സിലായി. എവിടെ? ഈ സൈലുൽ തായിഫിലെ മീഖാത്തിലെ ആ സ്ഥലത്ത് ഭയങ്കര വിശാലമായ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് അവിടെ കുളിക്കാം. ഇവിടുന്ന് കുളിച്ചാൽ ശരിയല്ല, നമ്മുടെ ദിവസം ബസ്സിൽ ഇരുന്നു ശരിയാകുകയൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ മലയാളി കൾച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ദിവസം കണ്ടതിനെ കുളിക്കുന്നാണല്ലോ നമ്മുടെ കൾച്ചർ. സോ നമുക്ക് മതിയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ഉറക്ക് വേണ്ടിയുള്ള കൂടി അങ്ങോട്ട് മാറ്റി വെച്ചാൽ മനസ്സിലായി. ഒരു ചെറിയ നമ്മുടെ ഒരു കേസിൽ നമ്മുടെ ഈ ഡ്രസ്, ഒരു അത്തർ, ഒരു മറ്റേ ബെൽറ്റ്, ഇതൊക്കെ വെച്ചാൽ സൗകര്യമായിരിക്കും. അതിന് അവിടെ ചെന്നാൽ ഈ ബസ്സിന്റെ ലഗേജ് ഒക്കെ എടുക്കൽ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ ഇതാണ് എളുപ്പം മനസ്സിലാവും. പിന്നെ ഷൂ ഒക്കെ ഇട്ട് പോകുന്നവര് ഒരു സ്ലിപ്പർ ഇടുന്നുണ്ട്. സ്ലിപ്പർ വേണമെന്നില്ല, ഈ കാലിന്റെ മുകൾ ഭാഗം തുറന്ന ചെരുപ്പായി. പുരുഷൻ സ്ത്രീകൾക്കല്ലോ, പുരുഷന്മാർ മനസ്സിലായി. സ്റ്റാഫൊക്കെ കുറച്ച് മേലെ കുഴപ്പമില്ല, പക്ഷെ ഫുള്ളായിട്ട് കവർ ചെയ്തത് മനസ്സിലായിട്ടല്ലേ, ഫുള്ളായിട്ട് കവർ ചെയ്തത് ആകരുത് എന്നാണ്. അതും കൂടി ഈ ബാഗിൽ വെച്ചാൽ വളരെ എളുപ്പമായി. നമ്മളതെടുത്ത് ആ ടോയ്ലറ്റിൽ പോയി നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇതൊക്കെ മാറ്റി വെച്ച് അവിടെ കുളിക്കാനുള്ള സൗകര്യം, ഷവറൊക്കെ ഭയങ്കര സൗകര്യമുള്ള സ്ഥലം കുളിച്ച് നിങ്ങൾ ആ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ, ആ പള്ളിയിൽ കയറില്ല. ഇനി നമ്മൾ ഒന്നിച്ച് പോകണം, നമ്മൾ പള്ളിയിൽ കയറുന്നവര് മദീനത്തുള്ള ഒരു പള്ളിയിൽ കയറണം. അപ്പോൾ അതിൻ്റെ പള്ളിയിൽ നിങ്ങളുള്ളത് സൈലുൽ കബീർ, തായിഫ് എന്നായിക്കോട്ടെ പറയുന്നത്. സൈലുൽ കബീർ എന്ന സ്ഥലത്തിൻ്റെ തായിഫിലും പള്ളിയിൽ രണ്ടിലും പള്ളിയിൽ കയറി മനസ്സിലായി. ഉദുവൊക്കെ എടുത്ത് പള്ളിയിൽ കയറി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഇഹ്റാം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷമാകുന്നത് ഉത്തമമാണ്. മനസ്സിലായി? ഒരു നമസ്കാരത്തിന് ശേഷമാകുന്നത് ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം ചെയ്തത് ഒരു നമസ്കാരത്തിന് ശേഷമാണ്. അപ്പൊ നമ്മൾ നമസ്കാരത്തിന്റെ സമയമല്ല നോക്കുക. ബസ് എത്തുന്നത് ഒരു 9 മണിക്കാണെങ്കിൽ അല്ലെങ്കിൽ പോകാൻ തീരുമാനിക്കുന്നത് 9 മണിക്കാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ പള്ളിയിൽ കയറി 2 റക്അത്ത് നിങ്ങൾക്ക് നമസ്കരിക്കാം. ആ നമസ്കാരത്തിന്റെ നിയ്യത്ത് വുളു ചെയ്താൽ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. വുളുവിന് 2 റക്അത്ത് സുന്നത്ത് പ്ലസ് തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, പള്ളിയിൽ കിടന്നാൽ നിസ്കരിക്കേണ്ട 2 റക്അത്ത് പ്ലസ് ദുഹാന്റെ സമയത്താണ് നിങ്ങൾ പറഞ്ഞത്. ദുഹാന്റെ സുന്നത്തുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് നിയ്യത്തുണ്ടെങ്കിൽ ഇത് മുഴുവൻ കിട്ടും ഈ 2 റക്അത്ത്. ക്ലിയറാണ് പോലെ, പക്ഷെ നിയ്യത്ത് വേണം. ഇനി സുന്നത്തിന്റെ നിയ്യത്തിന്റെ സവിശേഷത കൂടിയിട്ട്, ഇൻ കേസ് നിങ്ങൾ നമസ്കാരം തുടങ്ങുന്ന സമയത്ത് സുന്നത്താണ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ദുഹാ നിയ്യത്ത് ഉള്ളുമ്പോൾ അപ്പോഴാണ് എനിക്ക് പറഞ്ഞത്, ഇയാൾ ഞാൻ പറയുന്നല്ലോ, അപ്പൊ നിങ്ങൾക്ക് നമസ്കാരത്തിൽ നിയ്യത്ത് മാറ്റണം. എന്ത് ഫർദർ വിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തും കൂടി ആഡ് ചെയ്യാം. പ്ലസ് നടത്തും ആഡ് ചെയ്ത് പോകാം. എന്തൊക്കെയാണോ പൊതുവിൻ്റെ ഉണ്ട് പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ കയറിയ കാര്യമുണ്ട്. ഭയങ്കര അല്ലാഹു റഹ്മാൻ റഹീമാണ്. അതങ്ങനെ കാത്തു നിൽക്കുക. നമ്മളിന്ന് നിയ്യത്ത് നമ്മുടെ പ്രധാനം. മിന്നൽ അഅ്മാലു നിയ്യത്തിന് അല്ലാഹു കൊടുക്കുന്നത് എങ്ങോട്ടാണ്? ഹൃദയത്തിലേക്ക് മാത്രം. മനസ്സിലായി? അപ്പൊ നിയ്യത്തിന് അതൊക്കെയായി പ്ലസ് നമ്മളിവിടെ എളുപ്പം അത് 2 റക്അത്ത് നിസ്കരിക്കും അല്ലേ? നിസ്കരിക്കുമ്പോഴൊക്കെ തന്നെയാണ് പ്രവേശനം, വ്യത്യാസമില്ല. നിസ്കരിച്ച് കഴിച്ചിട്ട് ആ നമസ്കരിച്ച സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കണം. ഇഹ്റാമിലേക്ക്
ഇഹ്റാം എന്നുള്ള പദങ്ങൾ വേറെ കേട്ടുന്ന പോലെ ഇതല്ലാതെ വേറെ കേട്ടുന്നു. ഇഹ്റാം തക്ബീറത്തുൽ ഇഹ്റാം എന്ന തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീറിന്റെ പേരാണിത് തക്ബീറത്തുൽ ഇഹ്റാം. ഇങ്ങനെ നമസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി പ്രവേശിച്ചാൽ പിന്നെന്താ? പിന്നെ നമസ്കാരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ പാടുള്ളൂ. പുറത്തുള്ളത് പലതും എന്ത് ചെയ്യില്ല, പാടില്ല. തിന്നൂടാ, കുടിച്ചൂടാ, സംസാരിച്ചുകൂടാ, കഴിച്ചൂടാ, അല്ലേ? അതന്നെ ഇഹ്റാം. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകേണ്ട വികാരവും അതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ 3 സംഗതികളുണ്ടല്ലോ. എന്തായിരുന്നു? ഹൃദയം, മനസ്സും ശരീരവും വൃത്തിയായി, മനസ്സിലായി, നമ്മൾ മരിക്കാൻ റെഡിയായി. എല്ലാം റെഡിയല്ലേ? ശരിയാണല്ലേ? പേടിയാണ് മാത്രമല്ല, എല്ലാവർക്കും പേടിയായിരുന്നു. പ്രശ്നം അറിയാം. എന്തുകൊണ്ടാണ് പേടിയുന്നത്? എന്താ പേടി? നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച കേട്ടിട്ടുണ്ടോ? ഇതിനെ ഓതലേ ഉള്ളൂ, നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു, കാര്യമാണ് ഏറ്റവും നല്ലതെങ്കിൽ മരിക്കാൻ നമുക്ക് പേടിക്കാണ്ട്. അപ്പം എന്തുകൊണ്ടാണ് മരിക്കാൻ പേടിയെന്ന് വെച്ചാൽ എന്താ? പരലോകമാണ് ഏറ്റവും ഉത്തമം എന്നത് നമുക്ക് ബോധ്യമായിട്ടില്ല. നമുക്ക് ബോധ്യം വന്നിട്ടില്ല. നമ്മൾ പല എക്സ്ക്യൂസുകളെ വരും. എനിക്ക് മക്കൾ കെട്ടിക്കാനുണ്ട്, എനിക്ക് മറ്റേ പ്രശ്നം, ദൈവസിദ്ധാവസ്ഥ എന്തെങ്കിലും ഒക്കെ വരും. മനസ്സിലായി? ഇത് പറഞ്ഞാൽ നമ്മളാണ് ഭൂമി തിരിക്കുന്നത്, നമ്മളല്ല തിരിക്കുന്നത്. നമ്മൾ പോയാൽ ചിലപ്പോൾ അതിനേക്കാൾ മനോഹരമായ നിലകൊള്ളിട്ടുണ്ട്. അതാണ് നമ്മുടെ മുമ്പിലേക്ക് കാണുന്ന കാഴ്ചകൾ. അപ്പൊ എന്താ വെച്ചാൽ ഈ മരണം എന്ന് പറയുമ്പോൾ ബേജാറാട്ടാന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. മരണം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അവസ്ഥയാണ്. അതിന്റെ വാക്കെന്താ? ഭയങ്കര തൃപ്തിയോടുകൂടി ഇഷ്ടത്തോടുകൂടി ചില അതാണ് വിശ്വാസം. പറഞ്ഞില്ലേ, അള്ളാഹുവിനെ കാണാൻ ഒരാൾ കൊതിച്ചാൽ അവനെ കാണാൻ അള്ളാഹു കൊതിക്കും. അള്ളാഹുവിനെ കാണാൻ ഒരാൾക്ക് ഉറപ്പായാലോ? ഭയങ്കര വാക്കാണ്. അപ്പൊ എവിടെ നമ്മൾ ഓക്കെ. അപ്പൊ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കണം. അപ്പൊ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ ചെയ്യേണ്ടത്, നമ്മൾ അവിടെ നിന്നിട്ട് നമ്മുടെ മനസ്സിൽ നിയ്യത്ത് വേണം. ഞാനിതാ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യണം. ഉള്ളിലുണ്ടാകണം, നമ്മളോട് പറയണ്ട. മനസ്സിലായി? എല്ലാ നിയ്യത്തും അങ്ങനെയാണ്. എല്ലാ നിയ്യത്തും ഇവിടെ ഇവിടെ കൽബിനാണ്. എവിടെയല്ല? നാവൽ. ഇപ്പൊ നമ്മുടെ നിയ്യത്തൊക്കെ എവിടെയുള്ളത്? നമ്മളിനി മാറിയിടും. നമ്മളിനി കൽബിന്റെ ആളുകളായല്ലോ, ആദ്യത്തെ ദിവസം മുതലായല്ലോ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉറപ്പായി, അല്ലേ? എന്തിനാ മക്കളെ മുഖമുണ്ടല്ലോ, എന്നൊക്കെ പറഞ്ഞ 3 കാര്യങ്ങൾ. അതോടൊപ്പം നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ചൊല്ലില്ലേ, അതേപോലെ ഉംറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു തക്ബീർ ചെല്ലാനുണ്ട്. മനസ്സിലായി? അത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക റബ്ബൻ. ഈ പുസ്തകത്തിൽ ഇതിന്റെ 7ാമത്തെ പേജിൽ അല്ലാഹുമ്മ ലബ്ബൈക റബ്ബൻ. ഇതാണ് ആരും പഠിക്കാൻ ആഗ്രഹിച്ചുള്ള സ്ഥലം. ഞാൻ പറഞ്ഞവരോട് നിസ്കാരത്തേക്കാൾ സിമ്പിളാണെന്ന് പറഞ്ഞു. അല്ലാഹുമ്മ ലബ്ബൈക റബ്ബൻ. ഇതാണ് പറഞ്ഞത്. അല്ലാഹുവേ, ഞാനിതാ നിന്റെ വെളിക്കുത്തരം നൽകിക്കൊണ്ട് ഉംറ ചെയ്യാൻ വരുന്നു. ലബ്ബൈക്ക് എന്ന പദം നല്ല രസമുള്ള പദമാണ്. അത് ഇനി വരുന്ന വിദഗ്ധയിൽ ഞാനപ്പോൾ പറഞ്ഞു. റെഡിയല്ലേ? എവിടെയുള്ള
പള്ളിയിൽ ഇരുന്ന ഇരിപ്പിലാണ് ഈ നമ്മളവിടെ ഇരുന്നിട്ട് മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മുടെ ബസ്സിലേക്ക് പോകും. ബസ്സിൽ കയറി ഇരുന്നിട്ട് നമുക്ക് തെൽബിയത്ത് ശ്രദ്ധിച്ചു. അതാണ് നമ്മൾക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ. എല്ലാ പാട്ടുകളുള്ളതാണ് മനസ്സിലായില്ലേ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ക്ലിയർ? പഠിച്ചില്ലല്ലേ? പിന്നെ പഠിക്കാനുണ്ട്. ഇത് ചെല്ലലല്ല പ്രധാനം. എന്താണ് അത് നമ്മൾ മനസ്സിലാക്കുക? എന്താണ് ഈ തൽബിയത്ത് എന്ന് പറയുന്നത്? അപ്പോൾ അതിനുള്ള പദം പറഞ്ഞത് എന്താണ്? അതിൽ ഏറ്റവും ആവർത്തിച്ച് വരുന്ന പദം ഏതാണ്? ലബ്ബൈക് എന്ന പദമാണ് അല്ലേ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക. 4 പ്രാവശ്യം. എന്താ ലബ്ബൈക പറയുന്നത്? ഇവിടുത്തെ അറബിക് സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സ് നമ്മുടെ സ്കൂളിലൊക്കെ പ്രസിഡന്റ് എടുക്കും. 1 2 3 4 5 എന്ന് പറയും. അപ്പോൾ കുട്ടികൾ എന്താ പറയുക? അല്ലേ? അറബി സ്കൂളിൽ എന്താ പറയുക? ലബ്ബൈക്. അപ്പോൾ ലബ്ബൈക് എന്ന് പറഞ്ഞാൽ എന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. എത്ര പ്രാവശ്യം പ്രസന്റ് പറഞ്ഞു? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക. 3ാമത് പ്രസന്റ് പറഞ്ഞു. പ്രസന്റ് എന്തിനാ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ? എന്തിനാ ഹാജരെടുക്കല്? നമ്മൾ ഹാജരെടുക്കുന്ന അറിയാതെ എന്തിനാ ഹാജരെടുക്കുന്ന? അള്ളാഹു ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു. മനസ്സിലായില്ലേ? സ്വർഗത്തിലേക്ക് ഒരു ലിസ്റ്റ് അങ്ങനെ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് തെൽബിയത്ത് ചൊല്ലുന്നത് പൂർത്തിയായി. ഇതുവരെ നമ്മൾ സ്വർഗത്തിലേക്കാണ് പോയത്. തെൽബിയത്ത് ചൊല്ലുന്നത് കൂടി എന്തായി? ഇനി നോക്കൂ, 3ാമത്തെ തെൽബിയത്ത്, 3ാമത്തെ ലബ്ബൈക ശ്രദ്ധിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ? ലബ്ബൈക ലാ ശരീക ലക. രൂപമുണ്ടല്ലോ മുസ്തഫൽ ഹറാം എന്ന് പറഞ്ഞു അല്ലെ? വിശാലമായ ഒരു പള്ളിയാണ്. സാധാരണ പള്ളി പോണ മാതിരിയാണെന്ന് വിചാരിക്കരുത് എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? 170ഓളം ഗേറ്റുകളുണ്ട് മുസ്തഫൽ പറഞ്ഞു. പിന്നെ ഞാൻ വലുപ്പം അറിയാൻ വേണ്ടി മാത്രം പറയാം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഹോട്ടലിൽ നിങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഇഹ്റാമിന് ഉംറയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്ന ആളുകൾക്ക് നിശ്ചയിച്ച ചില ഗേറ്റുകളുണ്ട്. ആ ഗേറ്റിലേക്ക് എന്ത് ചെയ്യാമോ? പോകാൻ മനസ്സിലായി? അപ്പം ആ ഗേറ്റിലൂടെ നമ്മൾ ഹറമിലേക്ക് പ്രവേശിക്കും. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണ ചെല്ലുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അറിയാം, അതന്നെയാണ് ഇവിടെയും ചെല്ലേണ്ടത്. അറിയാത്തവർക്ക് ഈ പുസ്തകത്തിലുണ്ട്. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അഊദു ബില്ലാഹിൽ അസീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലിയ പ്രാർത്ഥനകളാണ്. ഇതിലേതെങ്കിലും ഒന്ന് ചെല്ലിയാൽ മതി. ഇനി നോക്കി ആ സമയത്തല്ലോ സാധാരണ ഇനി മുതൽ നമ്മുടെ ഡെയിലി പിന്നെ പള്ളിപ്പോക്കിലൊക്കെ ഇതുണ്ടാകും. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. മനസ്സിലായി? അങ്ങനെ നമ്മൾ ഇവിടെ കടന്നു ഹറമിലേക്ക് കടന്നു. നമ്മൾ നേരെ കഅബയിൽ കെട്ടിയിരിക്കുന്നു. കഅബ എന്ന് പറഞ്ഞാൽ നിങ്ങളതിന്റെ രൂപമൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിത്രമൊക്കെ ധാരാളം കാണിക്കേണ്ട കാര്യങ്ങളുണ്ടാവും. കഅബ എന്ന് പറഞ്ഞാൽ ക്യൂബിനാണ്. ക്യൂബ് ആകൃതിയിലാണ് കഅബ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? കഅബ. മനസ്സിലായി? ഈ കഅബയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉംറയിലെ ആദ്യത്തെ കർമ്മമായി തവാഫ് ചെയ്യും. ഉംറയ്ക്ക് 2 കർമ്മങ്ങളുണ്ട്. ഒന്ന് തവാഫ്, മറ്റൊന്ന് സഅയ്. തവാഫ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്യാന്നാണ്. തവാഫ് എന്ന് പറഞ്ഞാൽ ചുറ്റി. മനസ്സിലായി? കഅബയിൽ നമ്മൾ ആരംഭിക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഹജറുൽ അസ്വദുള്ളതാണ്. കണ്ടല്ലോ, ബ്ലാക്ക് സ്റ്റോൺ എഴുതി ഹജറുൽ അസ്വദ്. കഅബയ്ക്ക് 4 ഭാഗമാണുള്ളത്. 1ാമത്തെ ഭാഗമാണ് ഇത്. മനസ്സിലായി? ഇതെല്ലാം നമ്മൾ ഓർത്ത് വെക്കണ്ട. ഇങ്ങനെ വന്നാൽ ഇവിടെ
കാബയുടെ രണ്ടാമത്തെ ഭാഗം ഇതാണ്. രണ്ടാമത്തെ മൂലയുണ്ട് ഇവിടെ, റുക്നു ഷാം എന്നാണ്. ഷാം ഷാം എന്ന് പറഞ്ഞാൽ സിറിയ, പണ്ടത്തെ ഇപ്പോഴത്തെ സിറിയ, പണ്ടത്തെ ഷാം എന്നാണ്. മനസ്സിലായി? ഇത് ഇങ്ങനെ പേരിട്ടാൻ കാരണം വെച്ചാൽ അടുത്ത മൂന്നാമത്തെ മൂലയുടെ പേര് റുക്നുൽ ഇറാഖ് എന്നാണ്. ഇറാഖ് ഒരു സ്ഥലത്തിന്റെ പേരാണ്, ഷാം ഒരു സ്ഥലത്തിന്റെ പേര്. ഈ നാലാമത്തെ മൂലയുടെ പേര് റുക്നുൽ യമൻ എന്നാണ്. യമൻ, ഇതൊക്കെ ഓരോ സ്ഥലത്തിന്റെ പേരല്ലേ. ഓക്കെ, പണ്ട് ഈ സ്ഥലത്തേക്കൊക്കെ പോയിരുന്നത് ഇങ്ങനെ ബസ് ഉണ്ടാവുന്നല്ലോ. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പോയാൽ എവിടെ എത്തും? ഷാമിലെത്തും. മറ്റേ ഭാഗത്തേക്ക് പോയാൽ ഇറാഖിലെത്തും. ഈ ഭാഗത്തേക്ക് പോയാൽ യമനിൽ. ഇതൊന്നും നമ്മള് ഓർത്ത് വെക്കേണ്ട. നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒന്നാമത്തേത് ഇതാണ്, ഹജറുൽ അസ്വദുള്ള മൂലം. ഇവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തവാഫ് ആരംഭിക്കേണ്ടത്. മനസ്സിലായി? പിന്നെ ഉള്ളത് ഈ കാബയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാം. ഇത് ഹിജർ എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ എഴുതി തെറ്റാണ്, ഇത് നോക്കുന്നത് ഹിജർ ആണ്. ഓക്കെ, ഹിജർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അർദ്ധവൃത്താകൃതി, ഹാഫ് റൗണ്ടാണ്. അർദ്ധവൃത്താകൃതിയിൽ ഏകദേശം ഒരാളുടെ ഉയരത്തിൽ ഇങ്ങനെ പൊക്കി വെച്ച ഒരു സ്ഥലമാണ്. മനസ്സിലായി? ഏത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ അടുത്ത മൂലയുണ്ട്, അതും കഴിഞ്ഞിട്ട് ഇതിലൂടെ ഇങ്ങനെ പോയി അപ്പുറത്തെ മൂലയിലേക്ക് വേണമെങ്കിൽ പോകാം. മനസ്സിലായി? കുറച്ചുകൂടി ക്ലിയർ ആണ് നിങ്ങളുടെ ബുക്കിന്റെ പുറത്തുള്ള ചിത്രം. ഇതാണ് കേട്ടോ, കണ്ടോ? ഇതാണ് കുറച്ചുകൂടി ക്ലിയർ. ഓക്കെ, ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് ഹിജർ എന്ന് പറഞ്ഞ സ്ഥലം. ഹിജർ എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടത് എന്നാണ്. ഹജറ എന്നാണ് അറബി ഭാഷയിലുള്ള അർത്ഥം. മനസ്സിലായി? ഈ സ്ഥലം എന്തായിരുന്നു വെച്ചാൽ ഇത് കഅബയിൽപ്പെട്ട സ്ഥലമായി. ഇത് കഅബയിൽപ്പെട്ട സ്ഥലമായി. നിങ്ങൾ റസൂലിന്റെ ചരിത്രം വായിച്ചപ്പോൾ വായിച്ചിട്ടുണ്ടാവും, നബിയുടെ ചെറുപ്പകാലത്ത് ഭയങ്കര വെള്ളപ്പൊക്കട്ടായി, കഅബയൊക്കെ പൊളിഞ്ഞു വീണു. വായിച്ചിട്ടില്ലേ? ഓക്കെ, അന്ന് നബിയാണിന് മുമ്പാണ്, ഇവിടെ 25-ാമത്തെ വയസ്സിലാണ് നബിയാണിന് മുമ്പ്. അന്ന് ഈ കഅബ പൂർത്തിയായി പണിയാനുള്ള ഹലാലായ സമ്പാദ്യം മക്കയിലെ മനുഷ്യർക്ക് ഉണ്ടായിരുന്നില്ല. അടുത്ത് പൈസ ഉണ്ടായിരുന്നു, പക്ഷെ എന്തായാലും അല്ല. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഉള്ള പൈസക്കനുസരിച്ച് എന്താക്കി, ഇവിടെ ഉണ്ടാക്കി. എന്നിട്ട് ഈ ഭാഗം കഅബയിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരടയാളം ഉണ്ടാക്കി. കുറച്ച് പേര് നമ്മളങ്ങനെ വെക്കരുത്, ഇതിൽ പെട്ടതാന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് എന്ത് ഹിജ്ർ. മനസ്സിലായി? അപ്പൊ ഈ സ്ഥലം എന്താണ്? കഅബയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ പോയാൽ എന്താ പറയാ? ക്ലിയർ അല്ലേ? ഈ സ്ഥലം കഅബയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹ് മക്ക എന്ന് പറഞ്ഞ സംഭവമുണ്ട്, മക്ക വിജയം ഓർമ്മണ്ടല്ലോ ചരിത്രത്തിൽ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അകത്ത് കയറി നമസ്കരിച്ചു. വായിച്ചിട്ടുണ്ടാവും. ഈ നബിയുടെ ചരിത്രം ഒരാവർത്തി വായിച്ചു വേണം ഇതിൽ പോകാൻ. അപ്പോഴാണ് ഇനി കുറേ നിങ്ങൾക്ക് ഒരു സുഖം കിട്ടുള്ളൂ ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോ എന്നിട്ട് നബി ഇത് എല്ലാം നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നബി ക്ലോസ് ചെയ്ത് താക്കോൽ കൊടുത്തു. താക്കോൽ സൂക്ഷിപ്പുകാരൻ ഒരാളുണ്ടായിരുന്നു. ആ സമയത്താണ് ആയിഷ ബീവി അറിയുന്നത് ആളുകളൊക്കെ കടലിൽ എത്രയായിട്ട് നിസ്കരിച്ചു, അവർക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല. അവർ ഭയങ്കര സങ്കടപ്പെട്ട് നബിയുടെ അടുത്ത് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സല്ലി ഫിൽ ഹിജ്ർ ഫഇന്നഹു മിനൽ ബൈത്ത്. നീ ഹിജ്റിൽ പോയി നിസ്കരിച്ചോ, അതെന്താണ്? ബൈത്തിൽപ്പെട്ടതാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ കഅബ, കഅബയിൽപ്പെട്ടതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കിത് തുടങ്ങാം. പിന്നെ ഉള്ളത് കഅബയ്ക്ക് ഇവിടെ ഒരു വാതിലുണ്ട്. ഈ കഅബയുടെ വാതിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നൊരു ഒരു 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 6 മീറ്റർ ഉയരത്തിൽ, അങ്ങനെയാണ് കഅബയുടെ വാതിൽ. മനസ്സിലായത്? ഈ കഅബയുടെ വാതിലിന്റെയും ഈ ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലം, ആ സ്ഥലത്തിന് പറയുമ്പോൾ മുൽതസിം എന്നാണ്. മുൽതസിം ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാല്, നോക്കൂ, നമ്മൾ അങ്ങനെയല്ലേ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുള്ളൂ. അതിനുവേണ്ടി
മുൽത്തസിം എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്ന സ്ഥലം എന്നാണ് മുൽത്തസിം. നിങ്ങൾ അവിടെ ചെന്നാൽ കാണാം കുറെ മനുഷ്യന്മാർ അവരുടെ നെഞ്ചുഭാഗം ഈ സ്ഥലത്തിനോട് ചേർത്ത് വെച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നു. ഏത് ഭാഗത്ത്? ഹജർ അസ്വദിന്റെയും വാദിന്റെയും ഇടയിലുള്ള മുൽത്തസിം എന്ന് പറഞ്ഞ സ്ഥലം. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അവിടെ നെഞ്ച് ചേർത്ത് വെച്ച്, അതാണ് മുൽത്തസിം, നെഞ്ച് ചേർത്ത് വെച്ച് ദുആ ചെയ്യുന്നത് സുന്നത്ത്. ചെയ്യാൻ അവസരമുണ്ട്. ശരി, നമുക്ക് തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുന്ന് തുടങ്ങേണ്ടത് ഹജർ അസ്വദ്. തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം പുരുഷന്മാർ ചെയ്യേണ്ടത് ഈ ഡ്രസ്സ് ഒന്ന് മാറ്റണം. മനസ്സിലായത്? ഇതുവരെ നമ്മൾ ഡ്രസ്സ് കഴിയുന്നല്ലോ. ഓക്കെ, ഇനി മാറ്റണം. എങ്ങനെ മാറ്റേണ്ടത് വെച്ചാൽ ഈ വലത് കൈ ഉണ്ടാക്കണം, പുറത്തേക്കാണ്. ശരി, ക്ലിയർ അല്ലേ? ഞാൻ ഇത് കൂടെ എടുക്കണില്ല, ക്ലിയർ ആവും. മനസ്സിലായിട്ടല്ലേ? അപ്പൊ എന്റെ ഈ ഭാഗം എന്താണ്? പുറത്താണ്. അതെ ഇല്ലേ? ഇതിന് ഇൽത്തിബാ എന്നാണ് അറബി ഭാഷയിൽ പറയാം. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇൽത്തിബാ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഭാഗം ഞാൻ ഉണ്ടാക്കാം. ഇനി നമ്മൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. ഹജറുൽ അസ്വദിൽ തവാഫ് തുടങ്ങേണ്ടത് 3 ഒരു രൂപത്തിലായിരിക്കും. നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഇതിനെ തൊടുക, ഇതിനെ ചുംബിക്കുക. ഏതിനെ? ചുംബിക്കുക. ഓക്കെ, ചുംബിക്കാൻ ചിലപ്പോൾ കഴിയണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ ഇതിനെ തൊട്ട് ആ തൊട്ട കൈ ചുംബിക്കുക. കൈയാകാം, വടിയാകാം. വിശ്വാസത്തിലുമ്പോൾ വടിയുണ്ട്. തൊട്ടിട്ട് ആ വടിയുടെ ഈ അറ്റം എന്ത് ചെയ്തിട്ടുണ്ട്? വടിയാകാം, വടിയാകാം. ചിലപ്പോൾ അതിനും കഴിയില്ല. ചിലപ്പോൾ കൈയിട്ട കൈകൊണ്ട് കിട്ടില്ല. മനസ്സിലായി? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഈ ഡയറക്ഷനിൽ നേരെ നിന്നിട്ട് ഇങ്ങനെ കൈ ഉയർത്ത് അങ്ങനെ കാണിക്കുക. പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് മൂന്നാണെങ്കിൽ 3 പാടില്ല. ഒന്നുകിൽ ചുംബിക്കുക, അല്ലെങ്കിൽ തൊട്ടിട്ട് കൈ ചുംബിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുക. 3 ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. നിങ്ങളുടെ പുസ്തകത്തിലുണ്ടായ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇപ്പൊ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായി? ഇനി നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്യാം. തവാഫ് എന്ന് പറഞ്ഞാൽ റൗണ്ടാണെന്ന് പറഞ്ഞു. റൗണ്ട് ചെയ്യേണ്ടത് ഈ കാൽവയുടെ ചുറ്റുമാണ്. അപ്പൊ നമ്മളിങ്ങനെ വന്നു, ഇവിടെ വന്നു, ഈ റുക്കിന് ഷാമിൽ വന്നു, ഇതിലെ മുഖം പാടുന്നെന്ന് പറഞ്ഞല്ലോ, പുറത്ത് കൂടെ വരണം. ഇങ്ങനെ വന്നു, റുക്കിനുൽ ഇറാഖിൽ വന്നു. മനസ്സിലായി? പിന്നെ ഇങ്ങനെ വന്നു, 4ാമത്തെ മൂലയിലെത്തി. 4ാമത്തെ മൂല. മനസ്സിലായി? ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഞാൻ വേറെ ഇത് കാണിച്ചല്ലോ. 4ാമത്തെ മൂലയുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു റുക്നുൽ യമൻ. യമൻ മൂലയാണ്. യമൻ എന്ന് ഓർത്തുവെച്ചാൽ മതി. അതേ ഓർക്കണ്ടുള്ളൂ. ഹജറുൽ അസ്വദുൽ യമനെ ഓർക്കണ്ടുള്ളൂ. അവിടെ നിങ്ങൾ പറ്റുമെങ്കിൽ തിരക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ തൊടാം. ഇസ്തിലാം എന്ന് പറയും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൈകൊണ്ട് അവിടെ എന്ത് ചെയ്യലാണ്? തൊടലാണ്. ക്ലിയർ അല്ലേ? തൊട്ടിട്ട് ആ കൈ ചുംബിക്കരുത്. ആ കൈ ചുംബിക്കരുത്. അതെവിടെയുള്ളൂ? ക്ലിയർ അല്ലേ? പിന്നെ ഇനി അഥവാ തൊടാൻ സാധിച്ചില്ല നോക്കുക. ഇവിടെ തൊടാൻ സാധിച്ചില്ലെങ്കിൽ ആംഗ്യം കാണിക്കുകയും ചെയ്യരുത്. ആംഗ്യം കാണിക്കുകയും ചെയ്യരുത്. ഞാൻ എന്തിനാ ചിലത് പറയുന്നത്, ഈ ആളുകൾ എല്ലാ സ്ഥലത്തും തൊടും. മനസ്സിലായി? കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളെങ്ങനെ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത മതി. എന്തുകൊണ്ട് അവിടെ തൊടാൻ പറ്റിയില്ലെങ്കിൽ, അല്ല തൊട്ടാൻ ചുംബിക്കരുത് എന്തുകൊണ്ടാ പറഞ്ഞത്? നബി ചെയ്തിട്ടില്ല. ഓക്കെ, തൊടാൻ പറ്റിയില്ലെങ്കിൽ ആംഗ്യം കാണിക്കരുത് എന്തുകൊണ്ട് പറഞ്ഞു? നബി ചെയ്യാത്തൊരു കാര്യം എന്താക്കരുത്? കൂട്ടരുത്. മനസ്സിലായത്? കാരണം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്നതുമായ ഒരു കാര്യവും പഠിപ്പിക്കാതെ നബി എന്ത് ചെയ്തിട്ടില്ല?
ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ കൂട്ടിച്ചേർത്താൽ അതിനർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നബി കൃത്യമായി ചെയ്തില്ല എന്നല്ലേ? ആണോ അല്ലേ? ശരിയാണോ? അങ്ങനെ പറയുമ്പോഴുണ്ടോ? ഓക്കെ, അപ്പൊ എവിടെത്തി നമ്മള് റുക്നുൽ യമാനില് മനസ്സിലായില്ലേ? റുക്നുൽ യമാനി കഴിഞ്ഞ് ഒരു സ്ഥലമുണ്ട്. റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ അപ്പൊ നാലാമത്തെ മൂല മുതൽ ഒന്നാമത്തെ മൂല വരെയുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്ത് പ്രത്യേകമായ ഒരു പ്രാർത്ഥന, ആ സ്ഥലത്ത് പ്രത്യേകമായ ഒരു പ്രാർത്ഥന. ഏതാ പ്രാർത്ഥന? അതാണ് ഉംറയ്ക്ക് പഠിക്കേണ്ട മൂന്നാമത്തെ പ്രാർത്ഥന. വളരെ സിമ്പിളാണ് ഞാൻ പറയാൻ കാരണം. ഒന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ, രണ്ടാമത്തെ തൽബിയത്തായിരുന്നു, മൂന്നാമത്തേത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബൻ. എത്ര പ്രാവശ്യം ചൊല്ലണം? അതെ, അതാണ് റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദിൽ എത്തുന്നത് വരെ എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്ര തവണ. എന്താണ് പ്രാർത്ഥന? ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. അല്ലാഹുവേ, റബ്ബേ, ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് തരണേ, ആഖിറത്തിൽ നല്ലത് തരണേ, നരകത്തിൽ ഞങ്ങളെ നീ. മനസ്സിലായില്ലേ? ഈ പ്രാർത്ഥന ചിലപ്പോൾ നമുക്കതൊരു 100 തവണ ചെല്ലാനുള്ള അവസരം. എത്ര? 100 തവണ ചെല്ലാനുള്ള അവസരം ചിലപ്പോൾ ഒരു റബ്ബ് തന്നെ. കാരണം അത്രയും എന്തുവരും തിരക്ക് വരും. ആ തിരക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തോ ഒരു നന്മ ഉണ്ട്. അള്ളാഹുവിനെ ചില തീരുമാനങ്ങളുണ്ട്. അള്ളാഹുവിനെ പലതും നോക്കുമ്പോൾ കേട്ടിട്ടില്ലേ? നമ്മൾ ചില സംഗതികൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. എനിക്ക് ദുനിയാവിൽ ഇന്ന കാര്യം നേടണം. ചിലപ്പോൾ അത് 100 തവണ ചോദിക്കേണ്ടി വരും. 100 തവണ നമ്മൾ വീട്ടിലിരുന്ന് ചോദിക്കോ? വീട്ടിലിരുന്ന് മാക്സിമം എത്ര ചോദിച്ചാൽ? 3 തവണ അല്ലേ നമ്മൾ പ്രാർത്ഥിക്കല്? 3 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നെ തോന്നുന്നു വേണം. ഇത് അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ അത് നമുക്ക് തരാനാണ്. അതിനു വേണ്ടിയാണ് അവിടെ എന്ത് വന്നത്? എളുപ്പല്ലേ? മനസ്സിലായി? അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ എവിടെ എത്തി? വീണ്ടും ഹജറുൽ അസ്വദിൽ. ഹജറുൽ അസ്വദിൽ എത്തിയ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, 3-4 കാര്യം ചെയ്യാം. എന്തായിരുന്നു? ഒന്നുകിൽ ചുംബിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് ചുംബിച്ച് കൈ കൊണ്ട് തൊട്ട് കൈ ചുംബിക്കുക, അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുക. മനസ്സിലായി? ആദ്യത്തെ ആംഗ്യം കാണിച്ചപ്പോ നമ്മൾ പറഞ്ഞത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇനിയുള്ള ആംഗ്യം കാണിക്കലുകളിലൊക്കെ അല്ലാഹു അക്ബർ എന്നാ പറയുന്നത്. എന്തില്ല? അതെവിടെയുള്ളത്? യെസ്, ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ എന്തിനാറിയോ? നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എത്ര സിമ്പിളായ കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളവിടെ ചിലപ്പോൾ ആകെ ഒരു മരം ആളുകൾ എന്തൊക്കെയോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്രയായി? ഒരു റൗണ്ട് ഇവിടെ അങ്ങനെ വന്നത് എത്ര? ഇങ്ങനെയുള്ള 7 റൗണ്ടാണ് എന്റെ ഒരു തവണ. അടുത്ത റൗണ്ട് പറയണം ഒന്നുകൂടി. ക്ലിയർ അല്ലേ? ഇങ്ങനെ വന്ന് 4-ാമത്തെ അതെ റുക്നുൽ യമാനിയിൽ കൈകൊണ്ട് എന്ത് ചെയ്യാം? തൊടുക, ചുംബിക്കേണ്ടതില്ല. എന്നിട്ട് പിന്നെ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. ഇങ്ങനെയുള്ള 7 റൗണ്ടിനാണ് എന്ത് പറയാ? ഒരു തവണ. 7 റൗണ്ടാണ് എന്ത്? ഒരു തവണ. ക്ലിയർ ആണ്? ഇനി നോക്കൂ, ഇതിൽ ഞാൻ ഈ ഹജറുൽ അസ്വദിന്റെയും റുക്നുൽ യമാനിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ബാക്കിയൊന്നും പറഞ്ഞില്ലല്ലോ. എന്താണ് ചോദിക്കാത്ത? എന്താ പറയുന്നത്? ഇത് നോക്കൂ, അവിടെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥന? നമുക്ക് അല്ലാഹുവിനോട്
ചോദിക്കാനുള്ള കാര്യങ്ങൾ അല്ലേ? അപ്പൊ നമ്മളൊരു ഇവിടെ തന്നെ പോകുമ്പോ ഒരു ഒരു നമ്മളെ ഉള്ളിലൊരു പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കി പോകണം. പ്രാർത്ഥന ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമത് എന്ത് ചെയ്യണം, മൂന്നാമത് എന്ത് ചെയ്യണം, നാലാമത് എന്ത് ചെയ്യണം, അഞ്ചാമത് ഉണ്ടാക്കിയാൽ മതി. മനസ്സിലായോ? പ്രാർത്ഥനകൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ? കുറേ പ്രാർത്ഥനകൾ മനസ്സിലായോ? അതിങ്ങനെ തത്തകം കുറിച്ചാൽ പാടിയ പ്രാർത്ഥന ആവോ? അള്ളാഹുവിനോട് ചോദിക്കലല്ലേ പ്രാർത്ഥന. ചോദിക്കുമ്പോൾ എന്താണ് ചോദിക്കണമെന്ന് എനിക്കൊരു വിവരം വേണ്ട. അതിനാണ് എന്ത് പറയാ പ്രാർത്ഥന. അള്ളാഹുവിന് എല്ലാ ഭാഷയും അറിയില്ലേ? എല്ലാ ഭാഷയും അറിയില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അറബി ഭാഷയിൽ തന്നെ പറയണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ഭാഷയാണോ ഏറ്റവും കംഫർട്ടായി തോന്നുന്നത് ആ ഭാഷ പറഞ്ഞു. മനസ്സിലായില്ലേ? അത് ഒന്നാമത്തെ റൗണ്ടിൽ ഇന്ന പ്രാർത്ഥന, രണ്ടാമത്തെ റൗണ്ടിൽ ഇന്ന പ്രാർത്ഥന, മൂന്നാമത്തെ റൗണ്ടിൽ അങ്ങനെയല്ല. അത് പുസ്തക കച്ചവടക്കാരുണ്ടാക്കിയതാണ്. എന്ത് ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾ ചില ബുക്കിൽ കണ്ടിട്ടുണ്ടോ? ഒന്നാമത്തെ റൗണ്ടിൽ ഇന്ന പ്രാർത്ഥന, രണ്ടാമത്തെ പ്രാർത്ഥന. അയാളാണ് നിശ്ചയിക്കേണ്ടത് എനിക്കെന്താണ് പ്രിഫറൻസ് എന്നുള്ളത്. ഞാനല്ല എന്റെ കാര്യം പറയുന്നത്. ആണോ? പുസ്തക കച്ചവടക്കാരനല്ലല്ലോ പറയേണ്ടത്. സോ നിങ്ങൾ എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഖുർആനിലും ഹദീസിലും ഒക്കെ വന്ന പ്രാർത്ഥനകൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. മനസ്സിലായി? ഈ പ്രാർത്ഥനകൾ ക്രോഡീകരിച്ച ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കിട്ടും. അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി അവർ നിങ്ങൾക്ക് അയച്ചു തരും. ഖുർആനിലും ഹദീസിലുള്ള പ്രാർത്ഥനകളാണ്. നിങ്ങൾക്ക് മറന്നുപോകും എന്നതുകൊണ്ട് വേണമെങ്കിൽ ആ പുസ്തകത്തിൽ നോക്കി പ്രാർത്ഥിക്കാം. പക്ഷെ അപ്പോഴും നിങ്ങൾ പുസ്തകം നോക്കി വായിക്കുന്നവനാണ്. വ്യത്യാസം മനസ്സിലായി? പുസ്തകം നോക്കി വായിക്കുന്നവരാണ്. പുസ്തകം നോക്കി എന്താണ് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് എന്ത് വേണം? ബോധ്യമാണ്. ഇതെനിക്ക് ആവശ്യമുള്ളതാണ് എന്ന് എനിക്ക് എന്ത് ചെയ്യണം? ബോധ്യം. ക്ലിയർ അല്ലേ? എന്ത് ചോദിക്കാം, ഏത് ഭാഷയിൽ ചോദിക്കാം, എങ്ങനെയുമാണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് കഴിഞ്ഞു? ഏഴാമത്തെ റൗണ്ട് കഴിഞ്ഞു. ഏഴാമത്തെ റൗണ്ട് കഴിഞ്ഞാൽ ഇതാണ് മഖാം ഇബ്രാഹിം. ഈ മഖാം ഇബ്രാഹിമിന്റെ പിന്നിലേക്ക് വരിക. മഖാം ഇബ്രാഹിം, മഖാം എന്ന് പറഞ്ഞാൽ നിന്ന സ്ഥലം ആണ്. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇത് എന്ന് വെച്ചാൽ ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പണിയാൻ വേണ്ടി ഈ കഅബയോട് തൊട്ട് വെച്ച് കല്ല് വെക്കാൻ വേണ്ടി കയറി നിന്ന സ്ഥലമാണിത് മഖാം. മനസ്സിലായില്ലേ? ഇത് പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കാലത്താണ് ഇങ്ങോട്ടാക്കിയത്. അവിടെ പിന്നീട് ഇങ്ങോട്ടാക്കിയ എന്തിനാന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നിസ്കരിക്കുമ്പോൾ തവാഫ് ചെയ്യാൻ ആളുകൾക്ക് പ്രയാസം ഇങ്ങോട്ട്. അതിന്റെ പിന്നിൽ വരിക. അതിന്റെ പിന്നിൽ വന്നിട്ട് പുരുഷന്മാർ ചെയ്യേണ്ടത് ആദ്യം ഡ്രസ് ഉണ്ടാവും. ഇത് മാറ്റണം. ഇതെങ്ങനെയാണോ ആദ്യം അങ്ങനെയാണ്. ശരിയല്ലേ? മനസ്സിലായി? മനുഷ്യർക്ക് നിസ്കരിക്കാൻ പാടില്ല. കാരണം ഈ ഇന്ന് നമസ്കരിക്കുമ്പോൾ ഈ പിരടി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, ആദ്യം ഇത് മാറിയിരിക്കണം. ഓക്കെ. ഇനി ഖുർആൻ ഒരായത്തുണ്ട്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. പുസ്തകത്തിന്റെ 12ാമത്തെ പേജിൽ ആദ്യം കണ്ടു വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. എന്ന് വെച്ചാൽ മഖാം ഇബ്രാഹിമിന് പിന്നിൽ നിങ്ങൾ നമസ്കരിക്കുക, അതിനെ നിങ്ങൾ മുസല്ലയാക്കുക, അത് ഓതുക, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക. എത്ര? ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിർ. രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇതോടുകൂടി എന്തായി? തവാഫ്. സാധാരണ തവാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. മനസ്സിലായി? 9:20 നമ്മൾ എത്ര മണിക്കൊന്നും പോട്ടെ? കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഈ വാഫിൽ 2 സുന്നത്തുകൾ. ഒന്നാമത്തേത് ഈ ഡ്രസ്സിനെ മാറ്റില്ലേ? ഇതിനെന്താ പറയുക? പഠിച്ചു വെക്കണം. രണ്ടാമത്തേത് സ്ത്രീകൾ കൂടെയില്ലാത്ത പുരുഷന്മാർ ആദ്യത്തെ 3 റൗണ്ടിൽ ഒരല്പം സ്പീഡിൽ നിന്നു പറ്റുമെങ്കിൽ തെക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ 2 സുന്നത്താണ്. നിർബന്ധമൊന്നുമില്ല. ഞാൻ എന്തിനാ വീണ്ടും
പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ചരിത്രമുണ്ടല്ലോ, ഭയങ്കര രസം. ശരിക്കും ഈ ചരിത്രങ്ങളൊക്കെ കേട്ട് നമുക്കിനി യാത്രയിലൊക്കെ നമുക്ക് ഒരുപാട് കിട്ടും. അപ്പം പിന്നെ ഉസ്താദ്മാരെ നമുക്ക് പറഞ്ഞല്ലോ, പക്ഷേ ഭയങ്കര ഹെൽപ്പില്ല. എന്താ വെച്ചാൽ മക്ക വിജയിച്ചടക്കണേൻ്റെ ആ വർഷത്തിൻ്റെ തൊട്ട് മുമ്പ് വർഷം നബി ഉംറ ചെയ്യാൻ വേണ്ടി വന്നു. ഉണ്ടല്ലോ എൻ്റെ കൂടെ ഉംറ ചെയ്യാൻ വേണ്ടി വന്നിട്ട് നബിക്ക് ഉംറ ചെയ്യാൻ സാധിച്ചില്ല. അത് സമ്മതിച്ചില്ല. തിരിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെ വെച്ചാൽ തിരിച്ചു പോയതാങ്ങൾ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഹുദൈബിയ എന്ന് പറഞ്ഞൊരു സ്ഥലം. നിങ്ങൾ ആ സ്ഥലം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. നിങ്ങൾ കാണാൻ ഇഷ്ടമാണ്. അവിടെ നിന്ന് വലിയ ബോർഡൊക്കെ വെച്ചിട്ട് അവിടെ ബോർഡിൽ എഴുതി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ മംനൂഉ ദുഖൂൽ ഗൈറുൽ മുസ്ലിമീൻ, നോ എൻട്രി ഫോർ നോൺ മുസ്ലിംസ്. അവിടുന്നാണ് 6 മണിക്ക് നബിയെ മണിക്ക് നിങ്ങൾ അറിയിച്ചൊരു അത്ഭുതമാണ്. ലോകത്തിൻ്റെ ചരിത്രമായ അത്ഭുതമാണ്. ഇപ്പം ആ സ്ഥലത്ത് നിന്ന് ആർക്കും ഒരാൾപ്പെടില്ല. മുസ്ലിമായതിൻ്റെ പേരിലാണ് നബി അവിടെ നിന്നാക്കി മടക്കിയത്. അതവിടുത്തെ പെട്ടെന്നാണ് മാറ്റിയത്. ഓക്കെ, അങ്ങനെ പിറ്റേ ദിവസം നബി വന്നു. പിറ്റേ വർഷം നബി എന്തിനു വന്നു? അതെ, അവരനുവാദം കൊടുത്തു. പിറ്റേ വർഷം വരെ ഒരു എന്തുകൊണ്ട് അനുവാദം കൊടുത്തു വെച്ചാൽ ഇവരുടെ പ്രായം കഴിഞ്ഞു വെച്ചാൽ ഈ മുഹമ്മദും അവിടെ പറയുന്ന ആളുകൾ വരുമ്പോൾ ഒന്നിച്ച് നമുക്ക് അവരെ കിട്ടും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? അവരെ ഇവിടെ വെച്ച് ശരിപ്പെടുത്താം എന്നാണ് കാഴ്ച. ഇത് മനസ്സിലേക്ക് വഴിയെടുക്കും. മനസ്സിലായി? ഈ നിങ്ങളിവിടെ നിന്ന് നിന്നാൽ ഈ കാവ്യയുടെ മുറ്റത്തിന് നിന്നാൽ ഏത് ഭാഗത്ത് നോക്കിയാൽ ചുറ്റുഭാഗം വലിയ മലകളാണ്. ഇപ്പൊ മലകളാണ്, കാരണം മലമലൊക്കെ ബിൽഡിങ്സ് ഭയങ്കര മലകൾ. ഈ മലയുടെ മുകളിലൊക്കെ ആളുകൾ കയറി നിന്നതാണ്. വലിയ കല്ലുകൾ എറിയാൻ വേണ്ടി. മനസ്സിലായി? അപ്പൊ അള്ളാഹു വഴി കൊടുത്തതാണ്. എന്തിനെ കേട്ടോ ഈ ഭാഗത്ത് എങ്ങനെ ഉണ്ടാവും ആലോചിച്ചു. ഈ ഭാഗം പുറത്ത് കിടക്കിയിട്ട് ഭയങ്കര സ്പീഡിൽ കുറെ ആൾക്കാർ എങ്ങനെ ഓടുക. അത് കണ്ടപ്പോൾ പേടിച്ചു. കല്ലൊക്കെ താഴെ എറിഞ്ഞ് ഞാൻ എന്തിനാണ് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ചരിത്രം കൂടി വന്നു. അപ്പോഴാണ് എന്താവുന്നത്. ഓക്കെ, എന്തെങ്കിലും അവസാനം ചെയ്ത് ഇവിടെ ഇനി നമ്മളിങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നാൽ ഇവിടെയൊക്കെ സംസം ഈ വാഷ് ബേസിൽ മാതിരി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിസ്കരിക്കാം. അത് നല്ല ചോദ്യം. ഈ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കാൻ സ്ഥലത്തില്ലെങ്കിൽ അവിടെ എവിടെ വെച്ചുകൊണ്ടാകാം സംസ്കരിക്കും. അതിന്റെ പിന്നിലാണ് ഉത്തമം എന്ന് മാത്രം. ചിലപ്പോൾ ചില സമയത്ത് കിട്ടൂല. എന്നിട്ട് ഈ സംസമിന്റെ അടുത്ത് വരും. സംസമിനെ വെച്ചിട്ടുണ്ടാവും. സംസം വയറ് നിറച്ചു പോയി. മനസ്സിലായി? വയറ് നിറച്ചാണ് നല്ലത്. ചിലപ്പോൾ മുതലില്ലാത്ത ശങ്ക ഉണ്ടാവുന്നുള്ളത് വയറ് നടക്കേണ്ട കുറച്ച്. മനസ്സിലായി? പിന്നെ സംസം കൈകളിലാക്കിയിട്ട് ശരീരത്തിലൊക്കെ പറ്റാം. ഏതൊക്കെ സ്ഥലത്ത് നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാം പറ്റാം. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ്. വരുത്തുമ്പോൾ ഈ അവിടത്തുനിന്ന് മറ്റുള്ളവർ കാണാൻ കഴിയും. ക്ലിയർ? അത് ഈ സാധാരണ തവാഫുകൾ വേണ്ട, പക്ഷെ ഉംറയുടെ തവാഫിനാണ്. ഇനി നിങ്ങളിങ്ങനെ തവാഫ് ചെയ്യും. അപ്പൊ ഈ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞാൽ എന്തായി? ഒരു തവാഫ്. 7 തവണ പിന്നെ 2 റക്അത്ത് നമസ്കാരം. ക്ലിയർ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് സായിയാണ്. രണ്ടാമത്തെ കർമ്മം എന്താണ്? സായി. സായി എന്ന് പറഞ്ഞാൽ വാക്കിന്റെ തന്നെ അർത്ഥം പരിശ്രമം, ഓട്ടം എന്നൊക്കെ. സായ എന്ന് പറഞ്ഞാൽ ഓടിയാണ്, അല്ലെങ്കിൽ പരിശ്രമം എന്നൊക്കെ. സായി ചെയ്യേണ്ടത് സഫയുടെയും മറുപടിയുടെയും ഇടയിൽ. സഫ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മലയാളില്ല. അവർക്ക് ഒരു മല കുറച്ചും
നോക്കൂ, വലിയ മലയാണ്. ഇവിടെ സഫ, ഇവിടെ മാറുകയും പണ്ട് മലയായിരുന്നു, വലിയ മലയാണ്. മനസ്സിലായത്? ഈ സഫ മലയുടെ മുകളിൽ കയറിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രബോധനം ആരംഭിച്ചത്. നിങ്ങൾക്കറിയാലോ, ഈ സൂറത്തു അപ്പൊ നമ്മൾ ആദ്യം സഫയിലെത്തിയിരുന്നു. മനസ്സിലായി? ഈ സഫയിലെത്തിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ മലയുടെ അടയാളത്തിന് വേണ്ടി ഒരു മലയുടെ അത്രയുണ്ട്, വേറെ കഴിയില്ല. മനസ്സിലായി? അപ്പൊ സഫയിലെത്തിക്കുന്നതിന് വരിക വരുമ്പോ ഒരു ആയത്ത് പോലാണ്. നിങ്ങളുടെ പുസ്തകത്തിലെ 12ാമത്തെ പേജിൽ അവസാനത്തെ വരിയിലായത് ഇന്ന സഫ والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. മനസ്സിലായത്? ആ ആയത്ത് ഒന്നിങ്ങോട്ടാണ് എവിടേക്ക് വരേണ്ടത്? സഫയിലേക്ക് വരേണ്ടത്. മനസ്സിലായത്? എന്നിട്ട് സഫയിൽ നിന്ന് നമ്മൾ കാബയിലേക്ക് തിരിഞ്ഞെടുക്കുക. അവിടെ കാബയിലേക്ക് തിരിഞ്ഞെടുക്കുക. ഓക്കെ, തിരിഞ്ഞു നിന്നിട്ട് നിങ്ങളുടെ പുസ്തകത്തിന്റെ തൊട്ടടുത്ത പേജ് 16ാമത്തെ പേജിൽ ഒരു ദിക്ർ കണ്ടില്ലേ? കേട്ടോ? لا إله إلا الله الله أكبر لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده أنجز وعده ونصر عبده وهزم الأحزاب وحده. ഇത് ചൊല്ലാം. എന്താ ഇരിക്കുന്നത്? അറിയാലോ, നോക്കി. لا إله إلا الله അറിയാലോ, അല്ലാഹു അക്ബർ അറിയാലോ. لا إله إلا الله وحده لا شريك له അല്ലാഹുവല്ലാതെ ഇലാഹില്ല, അവന് പങ്കുകാരനില്ല. ലഹുൽ മുൽക്കു, അവനാണ് അധികാരം. വലഹുൽ ഹംദു, അവനാണ് എല്ലാ സ്തുതികളും. യുഹ്യി വയുമീത്, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. വഹുവ ഷൈഇൻ, അവനെല്ലാത്തിനും കഴിവുള്ളവൻ. ഇതൊന്നും സാധാരണ ചെല്ലാനുള്ള ഒരു ദുആആണല്ലോ, പ്രാർത്ഥനയാണ്, ദിക്റാണല്ലോ. ഇതിൽ നമ്മൾ ചെല്ലാത്തതാണ് നേരത്തെ 2-3 വരികൾ. അതൊന്ന് ശ്രദ്ധിച്ചല്ല. അത് പറയുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഇത് നബി ചെയ്യുന്നതാണല്ലോ അല്ലെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയല്ലോ നമുക്ക് വിദ്യ ആണോ അല്ലെ? നബി ചെയ്യാനൊരു സന്ദർഭമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഓർമ്മല്ലേ? നബി എറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു നബിയെയും സഹാബത്തിനെ. അപ്പൊ അവിടുന്ന് വലിയ പാളിപ്പോയത്. പിന്നെ അവർ ഇവിടെ വന്നു. എവിടെ? സഫയുടെ പറഞ്ഞു. ഇത് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിങ്ങളെ ശരിയാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് നബി ഈ ദിക്ർ ചെയ്യുന്നത്. അവിടെ രസം. ഇനി നിങ്ങളത് ശരിയാക്കുമ്പോൾ നല്ല രസം. ഇപ്പൊ എന്താ വെച്ചാല് ആരുണ്ട് അവിടെ? ഇവരും നോക്കും. മക്കയും മുശ്രിക്കുകളും നബിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താ? മാത്രം വേറെ പ്രശ്നമില്ല. നബി നല്ല മനുഷ്യനാണല്ലോ പറഞ്ഞത്. നബി ഭയങ്കര നല്ല മോനാണ് പറഞ്ഞത്. പക്ഷെ പ്രശ്നമില്ല. അപ്പൊ നബി അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ. ഓരോ ശരിക്കും ഇവരുടെ നെഞ്ചത്തിരിക്കുന്ന വലിയതാണ്. എടുത്തതാണ് ഭയങ്കര രസം. അടുത്ത വെച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ വഹ്ദഹു, പിന്നെ അൻജസ വഅദഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു ഏകനാണ്. അടുത്ത വരി അൻജസ വഅദഹു, അവൻ അവന്റെ കരാർ പൂർത്തീകരിച്ചു. ഏതാ കരാർ? കഴിഞ്ഞ വഴി മനസ്സിലാവശ്യമോ പോയില്ലേ? എവിടെ പോയി? മക്കയിലേക്ക് വരാൻ കഴിയാതെ തിരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. തിരിച്ചു പോകാൻ സാഹചര്യം ഇഷ്ടമായില്ല. പോകും മറുപടി തീരെ ഇഷ്ടമായി.
നിർബന്ധിച്ചിട്ട് തിരിച്ചു വരും. നബി നിർബന്ധിച്ചു. തിരിച്ചു പോകുമ്പോൾ വഴിയിൽ വെച്ച് നബി ഒരു സ്വപ്നം എടുത്തു. ആ സ്വപ്നം ഖുർആനിൽ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ لا تدخلن المسجد الحرام إن شاء الله آمنين. ആ സ്വപ്നത്തിലുള്ള വാക്ക് നബിയെ നിങ്ങൾ വളരെ നിർഭയരായി തൊട്ടടുത്ത സമയത്ത് തന്നെ മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുക തന്നെ. അതാണ് നബി അവിടെ വെച്ച് കൊടുത്തത്. അതാണ് ദിക്റായി അഞ്ചസ അതെന്താ മനസ്സിലായാതെ ചെറിയ കാര്യങ്ങൾ. അടുത്ത വലിയതാ അവൻ അഥവാ അവന്റെ അടിമയെ അഥവാ നബിയെ സഹായിച്ചു. എന്താ സഹായിച്ചു? എവിടെ പറയുന്നത് ഓർക്കണേ. 5-6 കൊല്ലം മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവരെന്താക്കിയത്? അവർ നാട്ടിൽ വിളിച്ചത് അല്ലേ? അറിയാലോ ടീച്ചറെ സംഭവമൊക്കെ. അതൊക്കെ ഓർമ്മയിലോ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച ദിവസം നബിയായി പോകും. ഇതിപ്പോ വന്നത് അത് നബി അയാളെ ചോദിക്കണം. വനസറ അള്ളാഹു അവന്റെ അടിമയെ. ഇനി അവസാനത്തെ വഴി നോക്കൂ. പരാജയപ്പെടുത്തി. സഖ്യകക്ഷികൾ ഒരു യുദ്ധമായിരുന്നു. അഹ്സാബ് യുദ്ധം. അത് അഹ്സാബ് എന്ന് പറഞ്ഞ സഖ്യകക്ഷികളാണ്. മനസ്സിലായില്ലേ? മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും ഒരു ഭാഗത്താണ്. മുനാഫിക്കുകൾ, ജൂതന്മാർ, മുശ്രിക്കുകൾ, ക്രിസ്ത്യാനികൾ എല്ലാവരും ഒരു സൈഡ്. ഇപ്പൊ പണ്ടും അങ്ങനെ സഖ്യകക്ഷികൾ പോകുന്നല്ലോ. മക്കയിലെ മുശ്രിക്കുകളാണ് ഈ സഖ്യകക്ഷികൾ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. മദീനയിലുള്ള ചുണ്ടന്മാരും മദീനയിലുള്ള മറ്റുള്ളവരുമായി ഇതിനുവേണ്ടി മീറ്റിംഗ് നടത്തിയതായ മക്കയിലെ മുശ്രിക്കുകളാണ്. അങ്ങനെ അഹ്സാബികൾ. പക്ഷെ അഹ്സാബികൾ കൂട്ടിപ്പോയി, വിജയിച്ചില്ല. എല്ലാവരും കൂടിയിട്ടും നബിനൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർക്കുകയാണ്. ഇവിടെ വന്നിട്ട് ആരിടയിൽ വെച്ച് നിങ്ങൾ ശരി ഈ ഒരു വികാരം ഉണ്ടാകാൻ എവിടെ വെച്ചത് ചോദിപ്പോ അല്ലാതെ ഞാൻ ഇങ്ങനെ വക്കിക്കൊണ്ടുണ്ടാക്കരുത്. എന്തുവേണം നമ്മൾ ചെല്ലുന്ന സമയത്ത് പക്ഷെ അതുപോലൊപ്പം നമ്മുടെ കൂടെ നബിയുണ്ട്. നബിയെ പറയാൻ വേണ്ടി ആരുടെ ശത്രുക്കളുണ്ട്. ഈ സംഭവങ്ങൾ മുഴുവൻ പോകുമ്പോൾ അതാണ് ദിക്റുകൾ. ഓക്കെ, ഈ ദിക്ർ നിങ്ങൾ 3 തവണ ചൊല്ലും. എത്ര തവണ? എവിടെ വിളിക്കോ? സഫയിലാണ് കഫയിലേക്ക് 3 തവണ ചൊല്ലും. ഇനി കേട്ടോ, 3 തവണയും ഒറ്റ ആവർത്തി ചെല്ലിയല്ല. ഈ 3 തവണ ചെല്ലുന്നതിനിടയ്ക്ക് അതിനിടയൊക്കെ ദുആ ചെയ്യും. അതെങ്ങനെ ചോദിച്ചാൽ ഒരു തവണ ദിക്ർ ചൊല്ലും, എന്നിട്ട് കൈ അല്ലാഹുവിനോട് ദുആ ചെയ്യും. വീണ്ടും ചെയ്ത് എത്രയും എന്നിട്ട് കൈ വീണ്ടും ദുആ ചെയ്യും. കൈ ഉയർത്തുന്നത് പ്രത്യേകം പറഞ്ഞിട്ട് അവിടെ ഞാൻ പ്രത്യേകം ചെയ്തു. 3ാമത്തെ തവണ ചെയ്യും ദിക്ർ, വീണ്ടും കൈ ഉയർത്തും. എത്ര തവണ? 3 തവണ ഇത് ചൊല്ലിയാൽ ഓടിപ്പോയതാ. ഇത് ചൊല്ലും ഈ ദിക്റുകൾ ചൊല്ലുന്നതിനിടയിൽ എന്ത് ചെയ്യണം? കൈ ഉയർത്തി കൈ ഉയർത്തി ദുആ ചെയ്യുന്ന സംഭവം നബിയുടെ ജീവിതത്തിൽ വളരെ കുറച്ച് വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് നബി എന്തായിട്ടുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട എന്ത് വളരെ ചോദിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. എന്തും പ്രാർത്ഥിക്കാം. ഭാഷ പ്രശ്നമല്ല, ഒന്നും പ്രശ്നമില്ല. ഈ ഒന്നും ഇങ്ങനെ കൈ ഉയർത്തിട്ട് വിചാരിച്ചു എന്താ വേണ്ടത് പറയാനുണ്ട്. മനസ്സിലായി? പറയാനുള്ള എന്തായാലും പറയും. ഇതിലെ സഫയിൽ നിന്ന് ഇറങ്ങി നമ്മൾ എങ്ങോട്ട് പോകണം? മറുവായിലേക്ക് പോകണം. സഫാവുകളെ ഒരു മലയാണ് എന്തും പണ്ടൊക്കെ ഉൾപ്പെടല്ല. പണ്ടൊക്കെ അവിടെയൊക്കെ മലയാണ്, ഇവിടെയൊക്കെ മരുഭൂമിയും ഭയങ്കര പ്രശ്നമായിരുന്നു. മനസ്സിലായോ? അങ്ങനെ മറുപടിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ കുറച്ചൊക്കെ പോകുമ്പോൾ ലേക്ക് ഇങ്ങനെയാണ് പച്ച ലേക്ക്.
മനസ്സിലായില്ലേ? അവിടെ പുരുഷന്മാർ കുറച്ച് സ്പീഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിയ രീതി പറഞ്ഞാൽ വെച്ചാൽ നബി ഓടിയിട്ട് നബിയുടെ തുണി ഇങ്ങനെ പൊക്കിപ്പോയി. അത്ര സ്പീഡിൽ നബി ഓടി. ആരെ വളരെ പുരുഷന്മാരാണ്. ഇത് ആരെ ഓടിയിരുന്നാലോ ആരോടി പെണ്ണുങ്ങളൊക്കെ ശരി പോണത് അല്ലേ? അങ്ങനെയല്ലേ കണ്ടു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാ പറഞ്ഞു? അതുകൊണ്ട് അതേ പ്രശ്നം. ഇവിടെ നബി രണ്ട് കാര്യം ഇവിടെ പരിശോധിക്കും. ഒന്ന് നമുക്ക് തൗഹീദ് പരിശോധിക്കും. അതാണ് ഈ അടച്ച്. രണ്ടാമത് റസൂലിനെ പ്രതിപാദിച്ചത് പരിശോധിക്കും. റസൂലിനെ നമുക്ക് ഇഷ്ടമുണ്ടോ നോക്കണം. റസൂലിനെ ഇഷ്ടമുണ്ടോ എന്താ? റസൂലിനെ ഫോളോ ചെയ്തല്ലേ? ആണോ? റസൂൽ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? ഓക്കെ. ഈ ഓട്ടം പോകുമ്പോഴേ സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു വിചാരം താഴെ എന്താണ് വിചാരം? ഒച്ച എങ്ങനെ കേൾക്കണം? ഏതാണ് ഒച്ച? ഞാനിങ്ങനെ വെറുതെ സൂചിപ്പിച്ച മതി. ഇസ്മായിൽ കാര്യം ഏത് സമയം ചെറിയ കുട്ടിയില് എന്തിനാ കാര്യം? 5-ാം ദിവസമായിട്ടുണ്ട് ഉണങ്ങി കിടക്കുക. അമ്മ ഞാൻ പാടില്ല, ഒന്നുമില്ല. ഒച്ചൊന്ന് ആലോചിച്ചു. ആ ഒച്ചൊന്ന് ആലോചിച്ചു. ഒച്ച ഞാൻ കേൾക്കണം ഈ ഓട്ടത്തിൽ. അപ്പൊ ശരി ഓട്ടത്തിന് സ്പീഡ് കൂടും. അതിറങ്ങി നല്ല സ്പീഡിലാണ് ഓടി. മനസ്സിലായി? എവിടെ ഓടിയെ? പക്ഷെ നമ്മൾ കുറച്ചേ ഓടാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം നമുക്ക് ഓടാൻ കഴിയില്ല എന്നുള്ള കാര്യം. മനസ്സിലായി? നമുക്കവിടെ ഇസ്മായിൽ കിടക്കുന്നില്ലല്ലോ. ഇസ്മായിൽ കിടക്കുന്നെങ്കിൽ നമ്മൾ ഓടും. അതിനേക്കാൾ വലിയ ഓട്ടം മനസ്സിൽ ഓടിക്കണല്ലോ. ഓക്കെ. ഇത് കഴിഞ്ഞാൽ വീണ്ടും സാധാരണമായി നടക്കാം. എവിടെത്തി? മറുപടിയിലെത്തി. മനസ്സിലായി? മറുപടിയിലെത്തിയാൽ എന്താണോ നിങ്ങൾ സഹായം ചെയ്തത് അത് മറുപടി ചെയ്യാം. എന്തൊഴികെ ആ ആയിക്കോട്ടെ എന്നെ സഭാപത്മി ആയിക്കോട്ടെ. അതല്ലാതെ നേരെ ചെല്ലുക, കാര്യത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുക. നമ്മളെ 15-ാമത്തെ പേജില് ദിക്റില്ലേ, എങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് കാര്യത്തിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അതിന്റെ ഇടയിലൊക്കെ ഉയർത്തി ക്ലിയറോ? എത്രയും 1. സ്റ്റാർട്ടിംഗ് പോയിന്റ് തിരിച്ചെത്താൻ എന്താണ്? 1. സഫയുടെ മറുപടിയിലെത്തിയ 1. ക്ലിയർ അല്ലേ? തിരിച്ചു മറുപടിയിൽ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങി ഈ പച്ച വ്യക്തമാകൂടല്ലോ. ഓക്കെ. പച്ച കണ്ടാൽ നമ്മളെപ്പോ ഓക്കെ ഓടി എവിടെ വീണ്ടും സഫയിലെത്തി. നേരത്തെ ചെയ്തൊക്കെ ചെയ്യും. മനസ്സിലായി? എത്ര സമയം എന്ന് ഞങ്ങളോട് പറയേണ്ടതല്ലേ? എത്ര സമയം പ്രാർത്ഥിക്കണം? നിങ്ങൾക്ക് എത്രയാണോ പ്രാർത്ഥിക്കണം തോന്നുന്നത് അത്രയും പ്രാർത്ഥിച്ച് തീർന്നോണ്ട്. അതാണല്ലേ? മനസ്സിലായി? ഓ ഇത് മറന്നു നോക്കണ്ട, ഇവിടെ പ്രാർത്ഥിച്ച് തീർന്നോളൂ. മനസ്സിലായി? 2 ഇവിടെ എത്രയായി? 2. മനസ്സിലായില്ലേ? വീണ്ടും പോകാം. എവിടെ എത്രയും 3. ഇനി പറയേണ്ടത് പ്രാർത്ഥന വീണ്ടും എവിടെ? സഫയിലെത്തി. എത്രയും 4. വീണ്ടും മറുവ. എത്രയും 5. വീണ്ടും സഫ. എത്രയും 6. വീണ്ടും എത്രയും? ഇപ്പൊ സഫയിൽ തുടങ്ങി എവിടെ അവസാനിച്ചു? നിങ്ങളൊരു ദിവസം എത്ര കേൾക്കുന്നുണ്ടാവും? ആരും നടക്കല്ലേ? തീരെ ഹോട്ടൽ നടന്നിട്ട് 3 കിലോമീറ്റേഴ്സ്. കുറച്ചുകൂടി അതിനുള്ള ആയല്ലോ. എത്ര? 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ നടക്കാൻ ഒരു ദിവസം വേണം. മനസ്സിലായി? നടക്കാത്തവരൊക്കെ നടന്നു തുടങ്ങണം. എന്നാലും ഇവിടെ നടക്കാൻ കഴിയും. ഇത് ഏകദേശം 500 മീറ്ററാണ് ഇതിന്റെ ദൂരം.
7x5 3.5 കിലോമീറ്റർ. മനസ്സിലായി? പിന്നെ തവാഫുകളുണ്ട്. മനസ്സിലായി? പിന്നെ നമുക്ക് ഇങ്ങനെ ഇനി വെറുതെ ഇപ്പോഴൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഒന്ന് നടന്ന് ശീലിക്കണതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളവിടെ ചെന്നിട്ട് പോയാൽ ചാർന്ന് ഭയങ്കര കടച്ചിൽ. ഇപ്പൊ ഇന്ന് പോയിട്ടുണ്ടാവുള്ളൂ അല്ലേ? കടച്ചിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ കടച്ചിലിന്റെ ആൾക്കാരാണ്. അപ്പൊ നമ്മളെത്തി എന്ത് കഴിഞ്ഞു? സഴി കഴിഞ്ഞു. കഴിഞ്ഞല്ലേ? ഇനി ചെയ്യേണ്ടത് ഒറ്റ സംഗതിയുള്ളൂ. ഇതിന് ഒഴിവാകണം. തഹല്ലുൽ എന്നാണ്. തഹല്ലുൽ എന്ന് പറഞ്ഞാൽ ഒഴിവാകുക. ഒഴിവാക്കണമെങ്കിൽ നമ്മൾ മുടി വെട്ടുകയോ അല്ലെങ്കിൽ കളയുകയോ ചെയ്യും. ഇനിയും ഒരു ഉംറ ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? നമ്മൾ താരിഫൊക്കെ ഉണ്ടാവും. ഉണ്ടോ? അപ്പോൾ ഒരു ഉംറയ്ക്കുള്ള ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ മുടി വെക്കാൻ പറ്റും. പിന്നെ അടുത്തേക്ക് എന്താക്കാം? കളയാം. മനസ്സിലായി? മുടി കളയുന്നതാണ് ഉത്തമം. ഒരു ഉംറ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മുടി അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വെട്ടിയ പറഞ്ഞത് മനസ്സിലാക്കേണ്ടത് എന്താ? വെട്ടത് അതെ. മുടി നമ്മൾ ബാർബർ ഷോപ്പിൽ പോയിട്ട് ഒന്ന് മുടി വെട്ടണമെന്ന് പറഞ്ഞ് ചേർന്ന് നിൽക്കണം. എന്നിട്ട് ഈ ബാർബറെ കത്രികൾക്ക് ഒരു മുടി എടുത്ത് നമ്മൾ പൈസ കൊടുക്കും. കൊടുക്കൂലേ? എന്താ പറയുന്നത്? മുടി വെട്ടിച്ചിട്ട് പക്ഷെ അവിടെ ചെന്നാൽ കാണില്ല. ഇവിടുത്തെ 5 കിലോ കത്രി കൊണ്ടുപോയി അതാണ് പറ്റിക്കല. അവരുടെ മുടി വിട്ടത് പറഞ്ഞാൽ നിങ്ങൾ മുട്ടിപ്പോ പ്രശ്നമില്ല. പക്ഷെ മുടിയുടെ എല്ലാ ഭാഗത്തും എന്താണ് വെട്ടണം. ഏറ്റവും എളുപ്പമൊക്കെ നിറച്ച് നിങ്ങളാണ് ഈ നോർമലിന്റെ ഭാഗം കൂടെ പുറത്തിറങ്ങിയാൽ നിറച്ച് പാർശ്വം. ഏത് ഭാഗത്ത് നിറയെ പാർശ്വം ഒന്നര പിടിച്ചു വെച്ചെന്താക്കും കൊണ്ടുപോകും. ഒരു 5 രൂപ കൊടുക്കേണ്ടി വരുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് സ്ത്രീകൾ ഈ മുടി മുഴഞ്ഞിട്ട ഭാഗത്ത് നിന്ന് ഒരു വിരലിന്റെ അത്ര ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് മുറിച്ചാൽ നിങ്ങൾ പരസ്പരം മുറിച്ചാൽ മതി. അല്ലെങ്കിൽ മക്കളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? മുറിക്കാം. ഇതോടുകൂടി എന്തായി? തഹല്ലുലായി. ഇനി നമുക്ക് ഇതൊക്കെ അഴിച്ചു വെക്കാം. സാധാരണ പ്രസിദ്ധീകരിക്കാം. ആ പുസ്തകത്തിന്റെ ചട്ടങ്ങളിൽ പാടില്ലാന്ന് പറഞ്ഞില്ലേ? അതിൽ ഒന്നാമത്തെ കാര്യം ഒക്കെ ചെയ്യാം. ഒന്നാമത്തെ അതിന്റെ അവരല്ലേ സ്വർഗത്തിൽ പോകാൻ തീരുമാനിച്ചാണ്. അപ്പൊ ഇനി നാം പറഞ്ഞത് ബാക്കിയുള്ളതൊക്കെ എന്താക്കാം? ഇനി ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാക്കുകളുണ്ടായ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ ഹറമിലേക്ക്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് എല്ലാ ഭക്തരും പള്ളി ഹറമിൽ വരാൻ എന്താ പറയുക? ഹറമിൽ അനുസരിച്ചായിട്ടുള്ള പ്രതിഫലം 1 ലക്ഷം തരത്തിൽ. മനസ്സിലായി? ഒരു ദിവസം ഒരു പ്രഭാവമെങ്കിലും ചെയ്യാൻ പറ്റുകയും എല്ലാവരും ശ്രമിക്കുക. കാരണം അവിടെ ചെന്നാൽ മാത്രം ചെയ്യാവുന്ന ഇബാദത്താണെങ്കിൽ തവാഫിനെ കുറിച്ച് നബി പറഞ്ഞത് തവാഫിന്റെ സ്റ്റെപ്പുകൾ, ഓരോ സ്റ്റെപ്പും ഒരു സ്റ്റെപ്പ് നിങ്ങൾ പൊക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ ഒരു പേര് ഉയർത്തുന്നു. ഒരു സ്റ്റെപ്പ് നിങ്ങൾ താഴെ വെക്കുമ്പോൾ പൊക്കിതാഴെ വെക്കുമ്പോൾ അള്ളാഹു നിങ്ങളുടെ ഒരു പാപം പുറത്തു തരും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മക്കാഫിൽ തവാഫിലാണ് അവസരമില്ല. ചിലപ്പോൾ മുകളിലേക്ക് കുറേ സ്റ്റെപ്പുണ്ട്. ഈ ഞാനില്ല, കാരണം ഭയങ്കര സ്റ്റെപ്പുണ്ട്, കുറേ സമയമാണ്. മനസ്സിലായില്ലേ? ട്രൈ ചെയ്യല്ല. ഇവിടെ 3-5 ഒക്കെ നടക്കുന്ന ആളുകൾ അവിടെ ചെന്നാൽ നടക്കണം. ഇതാണെങ്കിൽ ഭയങ്കര നടത്താം. ഗ്രേഡ് കൂടാൻ പാപ്പമായി കഴുകാനും ഒക്കെയുള്ള അവസ്ഥ. ഇതാണ് നമ്മൾ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിമ്പിളല്ലേ? സംശയമല്ലേ? ഒരു സംശയമില്ല. എന്ത് ചെയ്യാൻ പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. ഷേവിങ് മുടി പറഞ്ഞ ഹവായി
മുകൾ ഭാഗം ഫുള്ളായിട്ട് എങ്ങനെ കേട്ടില്ല. വീടാൻ പ്രശ്നമൊന്നും നിങ്ങൾ എന്താ പറഞ്ഞ പുതിയ റൂൾ പ്രകാരം അവിടെ ചുറ്റുള്ള ഹോട്ടലിൽ നിന്ന് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഹറം നിസ്കരിച്ച് തന്നെ കിട്ടുമെന്നുള്ള ഒരു പറഞ്ഞില്ല. അങ്ങനെ ലേഡീസിന്റെ കേസാണ്. ലേഡീസിന് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. യെസ്, അതെ, പിന്മാറാൻ പറ്റുമോ? യെസ്, എന്തിനു പിന്മാറുന്നത്? ഏത് റൗണ്ടിനെയാണ് ഒരു തവാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ 3 റൗണ്ട് കഴിയുമ്പോൾ വാങ്ങി തവാഫ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിർത്തി വെച്ചിട്ട് പിന്നെ 4 ചെയ്താൽ അതെ. അതേപോലെ പൊതു നഷ്ടപ്പെട്ടു നമുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ വെച്ചിട്ട് പിന്നെ ആ റോഡ് തുടങ്ങിയത് അത് കൗണ്ട് ചെയ്യും. സൈന ഒന്നുമില്ല, പൊതുവല്ല നിങ്ങൾ പേടിക്കുന്നതാണ്. പ്രവാസത്തെ നമ്മളെല്ലാവരും പിടിച്ചു നിൽക്കേണ്ടതുള്ളൂ. സൈന ഒന്നും ഏറ്റവും ചെറുതാണ്. ഇപ്പൊ നമ്മൾ രാവിലെ കൊണ്ടുവരുമ്പോൾ തോന്നുന്നത് 3 ആണോ 4 ആണോ തോന്നിയാൽ 3 ആണ്. നല്ല ചോദ്യമാണ്. ഈ തവാഫിന്റെയും സാരിന്റെയും കാര്യത്തിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വന്ന് നിൽക്കാം, ക്ഷീണം വന്നു, വെള്ളം കുടിക്കണം തോന്നുന്നു. അപ്പൊ സാരിയാണ് കുറച്ചധികം ദൂരമുള്ളത്, അത്ര ദൂരമല്ല. അപ്പൊ അവിടെയൊക്കെ എന്താ വെച്ചാൽ ഇരിക്കാൻ സ്ഥലമുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്, നിങ്ങൾക്ക് കുടിക്കാം, വെള്ളം കുടിക്കാം, ഇരിക്കാം, വിശ്രമിക്കാം. എന്നിട്ട് പിന്നെ വളരെ സമാധാനത്തോടു കൂടി ചെയ്യാം. ചക്കണ്ട തീർക്കണ്ട. അപ്പൊ പിന്നെ ഈ കോൺസെൻട്രേഷനൊക്കെ പോയിപ്പോകും. കാര്യമില്ല. മൊട്ടടിച്ചതിന്റെ പ്രതിഫലം പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞോ, ഈ മുടി മുഴുവൻ കളയുന്നതാണ് പുരുഷന്മാർക്ക് ഏറ്റവും നല്ലത്. നബിസ്വല്ലല്ലാഹു ഭയങ്കരമായിട്ട് ഇങ്ങനെ മുട്ടടിച്ച് കുറെ തലകളുണ്ട്, ഭയങ്കര രസമുള്ള കുറേ തല മുട്ടടിച്ച്. അപ്പൊ നബി ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ മുഹല്ലിഖീൻ, അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ എന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, ഈ മുടി കളഞ്ഞവർക്ക് നീ റഹ്മത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഒരാളുടെ ബാക്കിൽ മുട്ടടിക്കാത്ത നമ്മളൊക്കെ മാതിരിതാരെങ്കിലും ഉണ്ടോ? മനസ്സിലാക്കാൻ നമുക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. മുടി പോകാൻ നമ്മൾ പുറത്ത് പോകാൻ എല്ലാവർക്കും അറിയാം, പുറത്ത് പോയാൽ മുടി കളയുന്നു എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ വെറുതെ വിചാരം വരാനുണ്ട്, ഒരു മുടി കളഞ്ഞ ഭയങ്കര പ്രശ്നം. അപ്പോ പുള്ളിക്കാരൻ വിളിച്ചു പറഞ്ഞു, മുടി കളഞ്ഞവരും റസൂലെ മുടി കളഞ്ഞവരും ഉണ്ട് കേട്ടോ. എന്തിനാ വെച്ചാൽ നബിയുടെ പ്രാർത്ഥന എന്ത് ചെയ്യണം? അപ്പൊ എനിക്ക് രണ്ടാമത്തെ നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ, മുടി കളഞ്ഞവർക്ക് റഹ്മത്ത് കൊടുക്കണം. മനസ്സിലായി? അപ്പോൾ ഇയാൾ വിളിച്ചു പറഞ്ഞത് നബി മുടി കളഞ്ഞിട്ട് വെട്ടിയവരുണ്ട്. അപ്പോൾ നബി ശ്രദ്ധിച്ചില്ല. മൂന്നാമത്തെ നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുവേ മുടി കളഞ്ഞവർക്ക് നീ റഹ്മത്ത് കൊടുക്കണം. അപ്പോൾ ഇയാൾ വിട്ടില്ല. ഇയാൾ ഭയങ്കര ഒച്ചയിൽ പറഞ്ഞു, അപ്പൊ നബി പതുക്കെ പറഞ്ഞു, ഇനി നിങ്ങൾ തീരുമാനിച്ചോളി ഏതാണ് നബിന്റെ 3 കിട്ടണം. അതല്ല നിങ്ങളെ പൈസ, എന്റെ പൈസ, നിങ്ങളെ സമയം. ഓക്കെ, ഇന്നല്ലേ വളരെ
നിങ്ങൾ ആദ്യം ചെയ്യണോ? ഇല്ല, ആദ്യത്തെ പോലെ. അപ്പൊ ആദ്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം സ്വയം. പിന്നെ എനിക്ക് അടുത്ത ചാൻസ് കിട്ടുമ്പോൾ ഉമ്മർക്കൊക്കെ ചെയ്യാം, പിന്നെ വാർത്തകളും ചെയ്യാം. അപ്പൊ അതിൽ നിങ്ങൾ നിയ്യത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. നേരത്തെ നമ്മളൊക്കെ പറഞ്ഞിരുന്നു, അതെല്ലാ കാര്യം നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് ഉമ്മ ചെയ്യാൻ വേണ്ടി നിയ്യത്ത് വീഴുന്നു മനസ്സിൽ കരുതുമ്പോൾ എന്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ ഉമ്മ ചെയ്യാൻ നിയ്യത്ത് വെക്കുന്നുവെന്ന് കരുതുകയും അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ അൻ ഉമ്മി എന്ന് പറയും. അൻ ഉമ്മി അല്ലെങ്കിൽ അൻ അബി. അൻ എന്ന പദം ഉപയോഗിച്ചാൽ അൻ ഉമ്മി അൻ അബി അല്ലെങ്കിൽ ആരാണോ അയാളുടെ പേര് പറയാം. ചെയ്യാം ചെയ്യാം ചെയ്യാം, ആർക്കും ചെയ്യും. അല്ല, വേറെ മദീനയിൽ അതെ, അതിന് മീഖാത്ത് വിട്ട യാത്ര മാറും. മീഖാത്താണ് യാത്രയത്. നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ എനിക്കില്ലേ? എല്ലാവർക്കും മഖ്ബൂലായ മബ്റൂറായ നമ്മളെ വിളിച്ച് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഈമാനോടെ സ്വർഗാവകാശികളായി തിരിച്ചു വരാനുള്ള എല്ലാവർക്കും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.